വിഷ്ണു എന്ന പേരിന്റെ അർത്ഥം എന്താണ്? വിഷ്ണു എന്ന് പറഞ്ഞാൽ, ജിഷ്ണു എന്ന് പറഞ്ഞാൽ ജയം ആഗ്രഹിക്കുന്നവനെന്ന്. ജിഷ്ണു. വിഷ്ണു എന്ന് പറഞ്ഞാൽ വിശേഷപ്പെട്ട ജയം. ജയവും വിജയവും വേറെയുണ്ട്. ജിഷ്ണു ജയം ആഗ്രഹിക്കുന്നവൻ, വിഷ്ണു വിശേഷപ്പെട്ട ജയം ആഗ്രഹിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും SSLC പാസ്സായാൽ മതി എന്ന് ആഗ്രഹിക്കുന്നവൻ ജിഷ്ണുവും, ഫുൾ A+ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവൻ വിഷ്ണുവും. പിടികിട്ടിയോ? സ്കൂളിൽ പഠിച്ച് നല്ല അറിവ് നേടിയ കുട്ടികളും കത്തിയെടുത്ത് കുത്തുന്നതും, പേന കത്തി കൊണ്ട് വിദ്യാരംഭം കുറിച്ചവനെ നിന്നെ പടച്ചവന് 10ൽ 10 മാർക്ക് ഇല്ലുമിനാട്ടി എന്ന് പറഞ്ഞ് പാടുന്നതും. മനസ്സിലായോ? കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത് ഇല്ലുമിനാട്ടി കുട്ടികൾ പാടുന്നത് ഈ പ്രകാശം ഉള്ളിൽ കയറിയിട്ടില്ല. വിദ്വേഷമാണ്. ബഹുമാന്യായ അധ്യക്ഷ ശ്രീമതി പുഷ്പ ശശികുമാർ, ഈ പരിപാടിയിൽ സ്വാഗത പ്രസംഗം നടത്തിയ തൃപ്പാവൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ മദനമോഹൻ ചുരക്കാട്, ഇവിടെ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ക്ഷേത്ര കമ്മിറ്റിയുടെ ഭാരവാഹികളെ, ഈ രാമായണ മേളയുടെ സംഘാടകരെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യരായ നാട്ടുകാരെ, ഭക്തജനങ്ങളെ, സഹോദരീ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. തൃക്കുരട്ടി ശ്രീ മഹാദേവർ ക്ഷേത്രത്തിൻ്റെ രാമായണമേള എല്ലാ വർഷവും സംഘടിപ്പിക്കുന്നത് പോലെ ഈ വർഷവും ഭംഗിയായി സംഘടിപ്പിച്ചു വരുന്നതിൽ സന്തോഷമറിയിക്കുന്നു. ഈ രാമായണമേളയോടനുബന്ധിച്ച് കഴിഞ്ഞ വർഷം ഇവിടെ വരാനും നിങ്ങളുമായി സംവദിക്കുവാനുമുള്ളൊരവസരം കിട്ടിയതിൽ ഞാനിപ്പോൾ നന്നായി ഓർക്കുന്നു. അന്ന് ഞാൻ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരു വർഷം കഴിഞ്ഞിട്ടും മറന്നുപോകാത്ത വിധത്തിൽ നമ്മുടെ സോഷ്യൽ മീഡിയക്കാർ അത് കൃത്യമായി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതുകൊണ്ട് ലോകത്തിൻ്റെ പല മൂലകളിൽ നിന്നും മലയാളികൾ അത് ഓരോ പീസായിട്ട് എനിക്ക് ഇന്ന് രാവിലെ കൂടി അയച്ചു തന്നിരുന്നു. അതൊരുപാട് ആളുകൾ കേൾക്കുകയും കാണുകയും ചെയ്തു എന്ന സന്തോഷം അറിയിക്കട്ടെ. അതുകൊണ്ട് കഴിഞ്ഞ വർഷം പറഞ്ഞത് എന്താണെന്ന് കൃത്യവും വ്യക്തവുമായി എനിക്ക് നന്നായിട്ടറിയാം. ഈ വർഷം എന്താണ് രാമായണത്തെക്കുറിച്ച് പറയേണ്ടതെന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അധ്യക്ഷൻ നമ്മുടെ നാട്ടിലെ ആധുനിക ജീവിതത്തിലെ കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചത്. അതെനിക്കുള്ള ഒരു ഹിൻ്റാണ്. നമ്മൾ രാമായണം പാരായണം ചെയ്യുന്നത് നമുക്ക് വേണ്ടിയാണോ രാമന് വേണ്ടിയാണോ? രാമൻ നമ്മൾ പ്രാർത്ഥന കേട്ടിട്ട് മെച്ചപ്പെടേണ്ട ആളൊന്നുമല്ല. നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഇല്ലാതായി പോകുന്ന ആളുമല്ല. ഈ രാമായണം പാരായണം ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാണ്? പാരായണം ചെയ്യുന്നത് വർത്തമാന കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യ സമുദായത്തിൻ്റെ ആന്തരികമായ ഊർജം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആ ഊർജം തരുന്നവനെയാണ് ഭാരതത്തിൽ ആദ്യം പ്രാർത്ഥിച്ചത്. രാമനും പ്രാർത്ഥിച്ചത് ആരെയാണ്? ഭാരതത്തിൽ ആദ്യത്തെ പ്രാർത്ഥനയുണ്ടാകുമ്പോൾ ഇന്ത്യയിൽ ഹിന്ദുമതമില്ല, ഇസ്ലാം മതമില്ല, ക്രിസ്തുമതമില്ല. ആ പ്രാർത്ഥന വേദങ്ങളുടെ മൂലമന്ത്രമാണ്. ആ വേദങ്ങളുടെ മൂലമന്ത്രം ഏതാണെന്ന് ഞാനൊരു ക്ലൂ തരാം. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ എങ്ങനെയാണല്ലോ ക്ലൂ കൊടുക്കണമല്ലോ, അല്ലേ? വയലാർ രാമവർമ്മയുടെ ഒരു പാട്ടിലെ ആദ്യത്തെ വരി ഞാൻ ചൊല്ലാം, ബാക്കി നിങ്ങൾ അതിൻ്റെ മന്ത്രം ഏതാണെന്ന് കണ്ടെത്തണം. ശാരികേ ശാരികേ സിന്ധു ഗംഗാ നദീ തീരം വളർത്തിയ ഗന്ധർവഗായികേ പാടുക നീ പുരുഷാന്തരത്തിലെ ഭാവോജ്വലങ്ങളാം സൂര്യഗായത്രികൾ. കറക്റ്റായിട്ട് നിങ്ങൾ പാടിയതിൽ നിങ്ങൾക്കൊരു നല്ല നമസ്കാരം. സൂര്യഗായത്രിയാണ് ആദ്യത്തെ വേദങ്ങളുടെ മൂലമന്ത്രം. സൂര്യഗായത്രിയെക്കുറിച്ച് വീണ്ടും മറ്റൊരു പാട്ടും വയലാർ എഴുതിയിട്ടുണ്ട്. കേട്ടിട്ടുണ്ടോ? മറ്റൊരു പാട്ട് എഴുതിയിട്ടുണ്ട്. പത്മതീർത്ഥമേ ഉണരു
മാനസപത്മതീർത്ഥമേ ഉണരൂ. അഗ്നിരഥത്തിലുദിക്കുമുഷസ്സിൻ അർഘ്യം നൽകൂ. ഗന്ധർവസ്വരഗംഗയൊഴുകൂ. ഗായത്രികൾ പാടൂ. ഓം സത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. രാമനെ രാമനാക്കി മാറ്റിയ മന്ത്രമാണിത്. രാമനെ ഉണർത്തിയത് നിങ്ങളെല്ലാവരും കേട്ടതല്ലേ? രാമൻ ഉണർന്നതിൻ്റെ പ്രകാശം നിങ്ങൾ അറിയുമോ? ആ പ്രകാശം കൗസല്യ സുപ്രജാ രാമ പൂർവസന്ധ്യാ പ്രവർത്തതേ എന്നാണ്. വിശ്വാമിത്രൻ രാമനെ വിളിച്ചത് അതാണ്. കൗസല്യയുടെ സുപ്രജ, നല്ല മകൻ ആയിരിക്കുന്നവനെ രാമ. നമ്മുടെ മക്കളെ സുപ്രജയാക്കി വളർത്തണം. മനസ്സിലായോ? എങ്ങനെ ഈ സുപ്രജയാവുന്നത്? പ്രജ എന്ന വാക്കിന് പ്രകർഷേണ ജയിക്കുന്നവനെന്നാണ്, വികാസമുണ്ടാക്കുന്നവൻ, A+ വാങ്ങുന്നവൻ എന്ന പ്രജ എന്ന വാക്കിൻ്റെ അർത്ഥം. പ്ലസ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? പ്ലസ് എന്ന് പറഞ്ഞാൽ മനുഷ്യന് മാത്രമേ ഉള്ളൂ ഈ ഭൂമിയിൽ. പക്ഷിമൃഗാദികൾക്കൊന്നും പ്ലസ് ഇല്ല. മനുഷ്യർ ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് 10 ലക്ഷം വർഷം മുമ്പ് ആനകൾ ഉണ്ടായിരുന്നു ഈ ഭൂമിയിൽ. ആ 10 ലക്ഷം വർഷം മുമ്പ് ആനകൾ എങ്ങനെയാണ് ജീവിച്ചിരുന്നത് അതേപോലെ തന്നെയാണ് 2025 ജീവിക്കുന്നത്. തൃശ്ശൂർ പൂരത്തിന് പാറമേക്കാവിലമ്മയുടെയും വടക്കുന്നാഥൻ്റെയും തിടമ്പുമായിട്ട് പുറത്തേക്ക് എഴുന്നള്ളുന്ന ആന അല്ലേ, 19 ആനയുണ്ടാവും. കുടമാറ്റം കാണാൻ വേണ്ടി ഒരു 5 ലക്ഷം മനുഷ്യരെ അവിടെ ഒത്തുകൂടും. ഇത്രയും സ്ത്രീകളും പുരുഷന്മാരും ഒത്തുകൂടുമ്പോൾ അവരുടെ ഇടയിലേക്ക് ഇറങ്ങുന്ന ഒരു ആനയ്ക്ക് ഇതുവരെ ഒരു ട്രൗസർ ഉടുക്കണമെന്നുള്ള ചിന്ത ഉണ്ടായിട്ടില്ല. ഉണ്ടായോ? ഇല്ല. അന്നും ഇന്നും എന്നും ഒരുപോലെ ജീവിക്കുന്നവരാണ് പക്ഷിമൃഗാദികൾ. ഒരു മാറ്റവും ഇല്ല. എന്നാൽ നമ്മളങ്ങനെയാണോ? നമ്മൾ എന്തെല്ലാം വികാസമുണ്ടാക്കി. നിങ്ങളുടെ മക്കൾ സുപ്രജയാവുന്നത് എപ്പോഴാണ്? നന്മയിലേക്ക് വികസിക്കുമ്പോൾ. പ്രകർഷേണ ജയിക്കണം. ജയത്തിന് ജയം, അതാണ് പ്ലസ്. അതല്ലേ ഫുൾ A+ വാങ്ങുന്നില്ലേ? ഫുൾ A+ ജയിച്ചു എന്നതാണ് ഫുൾ A+ വാങ്ങുന്നത്. ജയം വേണം. ജയമുണ്ടാക്കാൻ ഒരു ദൈവമുണ്ട്, അറിയാമോ? നമുക്ക് വിശേഷപ്പെട്ട A+ വാങ്ങിത്തരുന്നൊരു ദൈവമുണ്ട്. ഈ ദൈവങ്ങളുടെ പേരുകളെ പറ്റിയിട്ട് ഞാൻ ഇങ്ങനെ പഠിച്ചു നോക്കുമ്പോഴാണ് അതിൻ്റെ രസം മനസ്സിലാവും. നമ്മുടെ ഭാരതത്തിൽ ഈ പുരാണങ്ങളും ഇതിഹാസങ്ങളും എഴുതുന്നതിന് മുമ്പ് പേരുണ്ടായിരുന്നോ? നമ്മളെ പേരുകൾ മുഴുവൻ ഈ പുരാണത്തിൽ നിന്ന് എടുത്തുകല്ലേ. ഏതാണ്ട് 20,000 25,000 പേര് നമ്മുടെ പുരാണങ്ങളിലുണ്ട്. അതിനു മുമ്പ് എന്തായിരുന്നു പേര്? നമ്മൾ നാരായണെന്നും ഗോവിന്ദനെന്നും കുഞ്ഞികൃഷ്ണനെന്നും രാമനെന്നും കൃഷ്ണനെന്നും ഒക്കെ പേരിട്ടത് പുരാണത്തിൽ നിന്നല്ലേ. ഈ പുരാണത്തിലെ 20,000 പേര് കണ്ടുപിടിച്ച് അവരെ നമസ്കരിക്കണ്ടേ? നമ്മൾ 2 മക്കളുള്ള ആളുകൾ പേരിടാൻ വേണ്ടി കണ്ട നെറ്റിലും തപ്പുക, കണ്ട ആളോടെല്ലാം ചോദിക്കുക. അപ്പോഴാണ് ധൃതരാഷ്ട്രർ 100 മക്കൾക്ക് പേരിട്ടത്. ഒരു പേര് ആവർത്തിച്ചു വന്നില്ലല്ലോ. 100 പേരും വ്യത്യസ്തമായിരുന്നില്ലേ? എല്ലാ പേരും അർത്ഥമുള്ളതായിരുന്നു. ഇന്ന് വിളിക്കുന്ന പേര് പോലെയാ ഇന്നത്തെ പേരുകൾ. എന്താ വായക്ക് തോന്നിയത് കോതക്ക് പാട്ട് എന്ന പോലെയല്ലേ ഇന്നത്തെ പേര്? എന്താ അർത്ഥമെന്ന് കുട്ടികളോടെല്ലാം ഞാൻ ചോദിക്കാറുണ്ട്. നിന്റെ പേരിൻ്റെ അർത്ഥം എന്താ? ഇട്ടാക്കും അറിയില്ല, പേരിൻ്റെ ഉടമക്കും അറിയില്ല. എന്തോ ഒരു പേരിട്ടു, അത്രയേ ഉള്ളൂ. എന്നാൽ പുരാണത്തിലെ ഒരു പേര് പോലും അർത്ഥമില്ലാതില്ല. എല്ലാ പേരിനും കൃത്യവും വ്യക്തവുമായ അർത്ഥമുണ്ട്. മനസ്സിലായോ? ഇപ്പോൾ യശോദയ്ക്ക് യശോദ എന്നെങ്ങനെയാണ് പേര് വന്നത്? കൃഷ്ണൻ്റെ അമ്മ യശോദ കർമ്മം കൊണ്ട് യശോദയായതാണ്. കൃഷ്ണൻ കറുത്തവനായതുകൊണ്ടാണ് കൃഷ്ണൻ എന്ന് പേര് വന്നത്. കൃഷ്ണമൃഗം എന്ന് പറഞ്ഞാൽ കറുത്തമാനാണ്. കറുത്തവനാണ് കൃഷ്ണൻ. ആ കൃഷ്ണൻ നന്നായി പാട്ട് പാടും. അതുകൊണ്ട് മുരളീകൃഷ്ണനായി. മുരളി എന്ന് പറഞ്ഞാൽ ഓടക്കുഴൽ. മുരളീകൃഷ്ണനെ നമ്മൾ മുരളി എന്നാണ് വിളിക്കുക, ഓടക്കുഴലെന്നാണ് വിളിക്കുന്നതിൻ്റെ അർത്ഥം. മനസ്സിലായോ? ആ മുരളീകൃഷ്ണൻ രാഗങ്ങളോരോന്നേ ഗോകുല നായകൻ മേളം കലർന്നങ്ങു പാടുന്നേരം വൃന്ദാവനം തന്നിലുള്ളൊരു ജീവികൾ നന്ദിച്ചു നിന്നീതേ മന്ദം മന്ദം. ഇവൻ പാട്ടങ്ങ് നിർത്തിക്കളഞ്ഞു യമുനയുടെ തീരത്ത് നിന്ന്. അപ്പോൾ കൂടെയുള്ള അമ്മ ചോദിച്ചു, എന്താ കണ്ണ പാട്ട് നിർത്തിയത്? അപ്പോൾ കണ്ണൻ പറഞ്ഞു, അമ്മേ, യമുനയുടെ ഓളങ്ങൾ കരയിലേക്ക് വരുന്നുണ്ട്, എന്താ ഒന്നും തിരിച്ചു പോകാത്തത്?
അതിന് മറുപടിയായിട്ട് നിങ്ങളാണെങ്കിൽ എന്തു പറയും? ഓളങ്ങൾ തിരിച്ചു പോകുന്നില്ല എന്നാ, നിനക്ക് വേറെ പഠിക്കാനൊന്നുമില്ലേ എന്നല്ലേ നമ്മൾ അമ്മമാരിന്ന് പറയാ. എന്നാൽ ആ അമ്മ പറഞ്ഞു കൊടുത്തത് അത് നിന്റെ പാട്ട് കേട്ടിട്ട് പിന്നോട്ട് പോകാൻ തോന്നാതെ കാത്തു നിൽക്കുകയാണ്. കണ്ണൻ്റെ വേണുവിൽ നിന്നുയരുന്നൊരീണത്തിൽ പുളകിതയാമോരു യമുന തന്നോളങ്ങൾ, മുന്നോട്ടു പോകാൻ മനസ്സു വരാഞ്ഞ് താളത്തിലങ്ങിനെ തങ്ങി നിൽപ്പൂ, താളത്തിലങ്ങിനെ തങ്ങി നിൽപ്പൂ എന്ന് പാടി. അപ്പൊ തൻ്റെ പാട്ടിനോട് പ്രതികരിക്കുന്നതാണല്ലോ പുഴ. ആ പുഴയെ കണ്ണൻ ഇഷ്ടപ്പെട്ടു. ആ യമുനയിൽ വന്നു ചേരുന്ന കൈവഴിയായ കാളിന്തിയെയും ഇഷ്ടപ്പെട്ടു. കാളിന്തിയിൽ വിഷം കലർത്തുന്ന കാളിയനെതിരെ സമരം ചെയ്തു. അങ്ങനെ കണ്ണൻ യശസ്സുള്ളവനായി. ആ യശസ് കൊടുത്തവനാര്? അവളാരാ? വരം കൊടുത്തവൾ വരദ, യശസ് കൊടുത്തവൾ യശോദ. പിടികിട്ടിയോ? യശോദ എന്ന പേരിൻ്റെ അർത്ഥം കണ്ണന് യശസ് കൊടുത്തവളാ. നമ്മളെ ഇന്നത്തെ ആധുനിക അമ്മമാരെ പോലെ എങ്ങനെയുണ്ട് മോൻ, പഠിക്കുമോ, എന്തുണ്ട് വിശേഷം എന്ന് ചോദിച്ചാൽ എന്ത് പഠിപ്പ്, എപ്പോൾ മൊബൈലിൽ കളിയല്ലേ, എപ്പോഴും മാന്തിയിരിക്കലല്ലേ എന്ന് പറഞ്ഞ് സ്വന്തം മക്കളെ നാട്ടുകാരുടെ മുന്നിൽ അപമാനിക്കുന്ന പൂതനമാരാണ് ചില അമ്മമാർ. മക്കളെ പറ്റിയിട്ട് കുറ്റം പറയും മറ്റുള്ള ആളോട്. മനസ്സിലായോ? ഞാൻ പറഞ്ഞു വന്നത് പേരുകൾ, ശ്രീരാമൻ്റെ പേരെങ്ങനെ വന്നു എന്ന് കഴിഞ്ഞ വർഷം വ്യക്തമായി ഞാൻ പറഞ്ഞു തന്നുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. പേരുകളുണ്ടായത്, പുരാണത്തിലെ പേരുകളുണ്ടായത്, അത്രയും പേരുകളുണ്ടായി അല്ലേ? ഏതിൽ? നമ്മുടെ രാമായണം, മഹാഭാരതം തുടങ്ങിയ കൃതികളിൽ എത്ര പേരുകൾ. ആ പേരുകൾക്കെല്ലാം അർത്ഥമുണ്ട്. വിഷ്ണു എന്ന പേരിൻ്റെ അർത്ഥം എന്താണ്? വിഷ്ണു എന്ന് പറഞ്ഞാൽ, ജിഷ്ണു എന്ന് പറഞ്ഞാൽ ജയം ആഗ്രഹിക്കുന്നവനെന്നാണ് ജിഷ്ണു. വിഷ്ണു എന്ന് പറഞ്ഞാൽ വിശേഷപ്പെട്ട ജയം. ജയവും വിജയവും വേറെയുണ്ട്. ജിഷ്ണു ജയം ആഗ്രഹിക്കുന്നവൻ, വിഷ്ണു വിശേഷപ്പെട്ട ജയം ആഗ്രഹിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും SSLC പാസ്സായാൽ മതി എന്ന് ആഗ്രഹിക്കുന്നവൻ ജിഷ്ണുവും, ഫുൾ A+ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവൻ വിഷ്ണുവും. പിടികിട്ടിയോ നമ്മളുടെ വ്യത്യാസം? അതാണ്. അപ്പോൾ ഈ സുപ്രജയാവുന്നത് എപ്പോഴാണ്? സുപ്രജ പ്രകർഷേണ ജയം. നല്ല പൈസ ഉണ്ടാക്കുക, നല്ല മാർക്ക് വാങ്ങുക, നല്ല കൊട്ടാരം പോലത്തെ വീടെടുക്കുക, ആ വീട്ടിൽ നല്ല പൂച്ചെടികൾ വെച്ച് പിടിപ്പിക്കുക, ചുറ്റുവട്ടം മതിൽ കെട്ടുക, എന്നിട്ട് നല്ല ഗേറ്റ് പിടിപ്പിക്കുക, എന്നിട്ട് രാത്രിയിൽ ഒരു പേടിച്ചിട്ട് പട്ടിയെ വാങ്ങിപ്പോറ്റുക, എന്നിട്ട് പുറത്തിറങ്ങുന്നത് ഈ പട്ടിയെ വിസർജിക്കാൻ കൊണ്ടുപോകാൻ മാത്രം പുറത്തിറങ്ങുന്ന കുറേ വിഡ്ഢികളുണ്ട് നമ്മുടെ നാട്ടിൽ. അവരൊന്നും അല്ല സുപ്രജ. അവർ ജയിച്ചിട്ടുണ്ട്, അവർ വികസിച്ചിട്ടുണ്ട്, അവർക്ക് സമ്പത്തുണ്ട്, അവർക്ക് നല്ല ഭക്ഷണമുണ്ട്, പക്ഷെ നല്ല മനുഷ്യരാവുന്നില്ല. എപ്പോഴാണ് നല്ല മനുഷ്യരാവുന്നത്? സുപ്രജയാവണം അല്ലേ? സുപ്രജയാവണമെങ്കിൽ അകത്ത് വെളിച്ചം നിറയണം. അകത്ത് വെളിച്ചം നിറയണം. പക്ഷിമൃഗാദികൾക്ക് അകത്ത് വെളിച്ചമില്ല. തൻ്റെ പേരറിയുന്ന ഏതെങ്കിലും ഒരു ജീവജാലം ഈ ഭൂമിയിലുണ്ടോ? നായക്കറിയുമോ നായയുടെ പേര് നായയാണെന്ന്? താൻ ആനയാണെന്നറിയുന്ന ഒരു ആനയും ലോകത്തില്ല. കാട്ടിലെ രാജാവ് സിംഹമാണെന്ന വിവരം നമുക്കറിയാം, പക്ഷെ ഒരു സിംഹവും ആ വിവരം അറിയില്ല. അറിഞ്ഞെങ്കിൽ പിറ്റേന്ന് കൊട്ടാരം വേണമെന്ന് പറയും, പരിചാരകന്മാർ വേണമെന്ന് പറയും, ഇന്നോവ കാറ് എസ്കോർട്ട് വേണമെന്ന് പറയും. അത് വെറും നിലത്ത് കിടന്നുറങ്ങുന്നു, അതിൻ്റെ ഭക്ഷണം അത് വേട്ടയാടി പിടിച്ചു തിന്നുന്നു. തന്നെപ്പറ്റി സിംഹത്തിനറിയില്ല. നമുക്ക് മാത്രമേ അറിയൂ, കാരണം നമുക്ക് ആന്തരിക വെളിച്ചമുണ്ട്. നമുക്കും ലോകത്തിൽ എല്ലാവർക്കും പേരിട്ടത് നമ്മളാണ്. ഭൂമിക്ക് ഭൂമിയെന്നും ആകാശത്തിന് ആകാശമെന്നും പേരിട്ടത് നമ്മളാണ്. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ വെളിച്ചമുണ്ട്. പുറത്ത് വെളിച്ചം തരുന്നവനെ കൃഷ്ണൻകുട്ടി എന്നാണ് പറയുക, അകത്ത് വെളിച്ചം തരുന്നവനെ ശിവൻകുട്ടി എന്ന് പറയും. സംഭവം മനസ്സിലായോ? പുറത്ത് വെളിച്ചം തരുന്നവൻ കൃഷ്ണൻകുട്ടി, ഇലക്ട്രിസിറ്റി മന്ത്രി. അകത്ത് വെളിച്ചം തരുന്നവൻ ശിവൻകുട്ടി, വിദ്യാഭ്യാസ മന്ത്രി. പിടികിട്ടിയോ? അതാണ് ഈ അകത്ത് വെളിച്ചം വളർത്താൻ അവിടെയാണ് സുപ്രജയാവുന്നത്. ആ സുപ്രജ, കൗസല്യയുടെ സുപ്രജാരാമ എന്നൊറ്റ വചനത്തിലൂടെ ഈ ലോകത്തിലുള്ള സകല അമ്മമാർക്കും ഒരു മെസ്സേജ് തന്നില്ലേ? സുപ്രജയാക്കുക, മക്കളെ സുപ്രജയാക്കി മാറ്റുക എന്നാണ് മെസ്സേജ്. പൂർവസന്ധ്യാ പ്രവർത്തതേ. പൂർവം പശ്ചിമം, പശ്ചിമസന്ധ്യ. സന്ധ്യ എന്ന് പറഞ്ഞാൽ സന്ധിക്കുന്നതാണ്,
സന്ധ്യ. രാവും പകലും സന്ധിക്കുന്നത് എന്താണ്? അതാണ് സന്ധ്യ. അപ്പൊ രണ്ട് സന്ധ്യയുണ്ടല്ലോ, പ്രഭാതസന്ധ്യയും പ്രദോഷസന്ധ്യയുണ്ട്. പ്രഭാതസന്ധ്യ പൂർവസന്ധ്യയും പ്രദോഷസന്ധ്യ പശ്ചിമസന്ധ്യയുമാണ്. പൂർവസന്ധ്യ പ്രഭാതമാണ്. ആ പ്രഭാതം കിഴക്കുദിക്കുന്നു. ആ സൂര്യനെ പ്രചോദിപ്പിച്ചുകൊണ്ട്, ആ സൂര്യനാണ് രാമൻ്റെ ഉള്ളിൽ വെളിച്ചം കൊടുത്തത്. ആ രാമൻ്റെ വെളിച്ചം സൂര്യനാണ്. അതുകൊണ്ടാണ് സൂര്യനെയാണ് രാമൻ പ്രാർത്ഥിച്ചത്, ഇല്ലേ? രാമൻ പ്രാർത്ഥിച്ചത് രാമരാവണ യുദ്ധത്തിൽ രാവണനെ കൊല്ലാൻ പറ്റാതെ തളർന്നിരിക്കുന്ന രാമൻ്റെ മുന്നിൽ അഗസ്ത്യമുനി പ്രത്യക്ഷപ്പെട്ടിട്ട് ആദിത്യ ഹൃദയം ചൊല്ലാൻ പറഞ്ഞില്ലേ? സന്താപനാശകരായ നമോ നമ, അന്ധകാരാന്തകായ തേ നമോ നമ, ചിന്താമണേ ചിദാനന്ദായ തേ നമ, നീഹാരനാശകരായ നമോ നമ, ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമതാം കാന്തിരൂപായ തേ നമ, സ്ഥാവരജംഗമാചാര്യായ തേ നമ, ലോകായ വിശ്വൈക സാക്ഷിണ തേ നമ, ഇത്തമാദിത്യഹൃദയം ജപിച്ചു നീ. മുഴുവൻ ഞാൻ ചൊല്ലുന്നില്ല, സമയക്കുറവുള്ളൂ. ഇത്തമാദിത്യഹൃദയം ജപിച്ചു നീ ശത്രുക്ഷയം വരുത്തിയിടുക സത്വരം. ആ സൂര്യൻ്റെ പ്രകാശം, ആ സൂര്യനെ പ്രാർത്ഥിച്ചാൽ എല്ലാ വിരോധങ്ങളും ഉണ്ടാകും. എന്നിലും നിന്നിലും എല്ലാറ്റിലുമുള്ള ഒരു ശക്തിയാണ്, ഊർജമാണ്, ഭർഗസിൻ്റെ പ്രവാഹമാണല്ലേ. ഭർഗസ് ഊർജം. ഭർഗോദേവസ്യധി, ഊർജത്തിൻ്റെ പ്രവാഹമായിരിക്കുന്നവനെ ധിയോ യോന പ്രചോദയാ. ധീ എന്ന് പറഞ്ഞാൽ ബുദ്ധി. ബുദ്ധിയുടെ പ്രചോദനമായിട്ട് നീ വന്നാലും എന്നാണ്. അത്തരത്തിൽ ആ സൂര്യനെ പ്രാർത്ഥിക്കുന്നതിലൂടെ അകത്ത വെളിച്ചത്തെ സ്വീകരിക്കാൻ നമ്മളെ പ്രേരിപ്പിച്ചതാണ് രാമായണം. രാമായണം പാരായണം ചെയ്യുന്നത് എന്തിനാണ്? രാമായണ പാരായണം ചെയ്യുന്നത് സാമൂഹ്യ ജീവിതം, രാഷ്ട്രജീവിതം, കുടുംബജീവിതം, വൈകാരിക ജീവിതം. മനുഷ്യന് ഇത്രയും ജീവിതമുണ്ടില്ലേ? എന്തെല്ലാം ജീവിതമുണ്ട്? കുടുംബജീവിതമുണ്ട്, അച്ഛൻ അമ്മ മക്കൾ. പിന്നെ സാമൂഹ്യ ജീവിതമില്ലേ? നമ്മൾ ഒറ്റക്കാണോ നമ്മൾ വളരുന്നത്? നമ്മുടെ ഓരോ വളർച്ചയ്ക്കും ഈ സമൂഹത്തിന് നല്ല ഇടപെടലില്ലേ? സാമൂഹ്യ ജീവിതം. ഈ സാമൂഹ്യ ജീവിതത്തിന് വേണ്ടി ഒരു അക്ഷരം ബാക്കി വെച്ച് നിങ്ങൾ ശ്രദ്ധിച്ചോ? നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എക്സും വൈയും ഇല്ലേ? ഓർമ്മയുണ്ടോ? എക്സും വൈയും ഉണ്ട് ഇല്ലേ? അതെന്താ സെറ്റ് ബാക്കി വെച്ച്? എന്താ ഈ എക്സും വൈയും എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? എക്സും വൈയും, ദേശമാണ് എക്സ്, കാലമാണ് വൈ. നമ്മുടെ ഓരോ ചിന്തയും ഓരോ പഠനവും നമ്മുടെ ദേശത്തോടും കാലത്തോടും കണക്ട് ചെയ്യണം. ഞാനിങ്ങനെ രാവിലെ തന്നെ ഇവിടെ എത്തി. സതീശൻ സാറിൻ്റെ വീട്ടിൽ താമസിച്ചു. രാവിലെ എപ്പോഴും 1 മണിക്കൂർ നീന്താറുണ്ട്. അപ്പോൾ അടുത്ത് കുളമില്ലാത്തത് കൊണ്ട് അതിന് പകരം നടക്കാൻ തീരുമാനിച്ചു. ഒരു 4 കിലോമീറ്റർ ഞാൻ അങ്ങ് അവിടെ ഒരു ഓർത്തഡോക്സ് പള്ളിയില്ലേ, അതിനപ്പുറം വരെ അങ്ങോട്ട് നടന്നു, ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വരെ. ആ വരുന്ന വഴിയിൽ ചില വീടുകൾ, അതിമനോഹരമായ വീടുകൾ കണ്ടു. പക്ഷെ ആരുമില്ലാതെ പടർന്ന് പന്തലിച്ച് കാട് കയറിയിരിക്കുന്നു. എന്താ കാരണം? അവിടെ മക്കളില്ലാഞ്ഞിട്ടല്ല, മക്കളെല്ലാം കാനഡയിൽ പോയി, ലണ്ടനിൽ പോയി, അവിടെ പോയി, പിന്നെ അച്ഛനും വേണ്ട, അമ്മയും വേണ്ട, നാടും വേണ്ട, അവിടെ തന്നെയാ. ജനനീ ജന്മഭൂമിശ്ച സ്വർഗാദപിഗരീയസി. അല്ലേ? ലങ്ക കീഴടക്കിയ രാമൻ വിഭീഷണനോട് രാജാവാകാൻ പറഞ്ഞപ്പോൾ വിഭീഷണൻ പറയാ, നീ ഇവിടെ രാജ്യം ഭരിക്കണം രാമ, അവിടെ ഭരതനില്ലേ, നീ ഇവിടെ രാജ്യം ഭരിക്കണം. അപ്പം വിഭീഷണനോട് രാമൻ പറയാ, എനിക്ക് ഈ രാവണൻ കോട്ട, ഈ ലങ്കയിലെ മനോഹരമായ കൊട്ടാരത്തെ ആസ്വദിച്ച് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. ഏത് സ്വർഗം വന്ന് വിളിച്ചാലും ജനനിയും ജന്മഭൂമിയും എനിക്ക് സ്വർഗത്തേക്കാൾ ഇഷ്ടപ്പെടുന്നു വിഭീഷണ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോന്നില്ലേ? വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ മനോഹരമായ വരിയുണ്ട്. ഏത് ധൂസര സങ്കൽപ്പങ്ങളിൽ വളർന്നാലും, ഏത് യന്ത്രവൽകൃത ലോകങ്ങളിൽ പുലർന്നാലും, മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വിശുദ്ധിയും മണവും മമതയും ഇത്തിരിക്കൊന്നപ്പൂവും. ഗ്രാമത്തിൻ്റെ വിശുദ്ധിയും മണവും മമതയും, തൻ്റെ സാമൂഹ്യ ബന്ധം, കാലവും ദേശവും
സെഡ് ആക്സിസ് സമൂഹവും, എക്സ് ദേശം, വൈ കാലം, സെഡ് സമൂഹം. ആ സെഡിൻ്റെ സാമൂഹ്യ ബന്ധം ഉണ്ടാക്കി കൊടുക്കണം നമ്മൾ നമ്മുടെ കുട്ടികൾക്ക്. ഇപ്പം നമ്മളെന്താ നാട്ടിൽ കാണുന്നത്? നാട്ടിലൂടെ നിങ്ങൾ നടന്നു നോക്കൂ. നമ്മളെ അറിയാത്തവരും നമ്മൾക്കറിയാത്തവരും അല്ലേ നാട്ടിൽ കൂടുതൽ, അല്ലേ? നമ്മളെ അറിയാത്തവരും നമ്മൾക്കറിയാത്തവരും. കുട്ടികൾ തലയുയർത്തി നോക്കുന്നില്ല, ചുറ്റുവട്ടം നോക്കുന്നില്ല, ഇവിടെ നടക്കുന്നതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഒരു 30 വയസ്സിൽ താഴെയുള്ള എത്ര പേരുണ്ടെന്ന് കൈ ഉയർത്തിയ? 30 വയസ്സിൽ താഴെയുള്ളവരൊന്ന് കൈ ഉയർത്തു. 1 2 3 4 5 6 7 പേരുണ്ട്. ഭാഗ്യം, അവർക്കൊരു നല്ല ലൈക്ക്, അവരെങ്കിലും വന്നല്ലോ, അല്ലേ? അവർക്കിതൊന്നും ബാധകമല്ല, ഇതൊന്നും ബാധകമല്ല. അവരെങ്ങനെ നടക്കുന്നു? കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടുണ്ട്, കണ്ണെടുത്ത് കുപ്പായക്കീശയിലിട്ട്, കാതെടുത്ത് കമഴ്ത്തി വെച്ച്, തലയെടുത്ത് വയറ്റിൽ തിരികി, നാവെടുത്ത് പുറത്തിട്ട്, നാടെല്ലാം നടക്കുകയാണവർ. കണ്ണ് കുപ്പായക്കീശയിലാണ്. കാശ് കിട്ടുമോ? കാശ് കിട്ടുമോ എങ്കിൽ ഗംഭീരമായിട്ട്, അല്ലേ? പൈസ കിട്ടുമെങ്കിൽ ഗംഭീരമായിട്ടുണ്ടാവും. കാതെടുത്ത് കമഴ്ത്തി വെക്കുന്നു. ലോകത്തെന്ത് സംഭവിച്ചാലും ശുഭാംശു ശുക്ല ബഹിരാകാശ നിലയത്ത് പോയി തിരിച്ചു വന്നിട്ടുണ്ട്. അതിന് ഞാനെന്താ വേണ്ട? ഏതെങ്കിലും വീട്ടിൽ ചർച്ച ചെയ്തു അതിനെപ്പറ്റി? ഇല്ല, അതൊന്നും എനിക്ക് കേൾക്കണ്ട. കാതെടുത്ത് കമഴ്ത്തി വെച്ചിരിക്കുന്നു, തലയെടുത്ത് വയറ്റിൽ തിരികിയിരിക്കുന്നു. തല ബുദ്ധി, തിന്നേണ്ട കാര്യത്തിലെ മാത്രം ബുദ്ധി, അല്ലേ? വയറ്റിലാണ്. എപ്പോൾ എന്താ കിട്ടുക? നമുക്കെല്ലാം ഒരുപാട് പേരുണ്ടെങ്കിലും മരിച്ചാൽ ഒരു പേരേ ഉള്ളൂ, ശവം. എന്നാൽ കോഴീൻ്റെ ഒരു ഭാഗ്യം ഞാൻ നോക്കുക, മരിക്കുന്നവരെ കോഴിന്ന് ഒറ്റ പേരേ ഉള്ളൂ. മരിച്ചാൽ 28 പേരുണ്ട്. ചിക്കൻ കബാബ്, ചിക്കൻ കടായി, പെപ്പർ ചിക്കൻ, ജിഞ്ചർ ചിക്കൻ, ചിക്കൻ 65, ചിക്കൻ പറന്നടിച്ചത്, ഇതും തേടി ഓടുക, അല്ലേ? പുതിയത് തേടി ഓടുകയാണ്. തലയെടുത്ത് വയറ്റിൽ തിരികുന്നു. എന്തെങ്കിലും പറഞ്ഞാലോ നാവെടുത്ത് പുറത്തിടുന്നു. നമുക്ക് പറഞ്ഞെത്തൂല, നാവ് എപ്പോഴും പുറത്താ. വാചകടിക്ക് ഒരു കുഴപ്പമില്ല. അങ്ങനെ നടക്കുന്നവരായി മാറുന്നു. അവരെ സാമൂഹ്യ ബന്ധമുണ്ടാക്കണം, സെഡ് ആക്സിസ് ഉണ്ടാക്കണം. മനസ്സിലായോ? സാമൂഹ്യ ബന്ധം. മൂന്നാമത്തത് രാഷ്ട്രബന്ധമുണ്ടാവണം. രാഷ്ട്രബന്ധം എന്താണ്? രാഷ്ട്രം എന്ന് പറഞ്ഞാൽ കേവലമൊരു അതിർത്തികൾ, കേവലമൊരു പിടി മണ്ണ്, അതിർത്തികളുള്ള ഒരു മണ്ണല്ല രാഷ്ട്രം. രാഷ്ട്രത്തെക്കുറിച്ച് ആദ്യത്തെ നിർവചനം അഭിജ്ഞാന ശാകുന്തളത്തിലാണ് ഇന്ന് കാണുന്ന രാഷ്ട്രത്തെ പറ്റിയിട്ടൊരു നിർവചനമുണ്ടായത്. അതിൽ തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക്, ദുഷ്യന്തൻ്റെ കൊട്ടാരത്തിലേക്ക് പോകാൻ പുറപ്പെട്ട ശകുന്തള അച്ഛനോട് ചോദിക്കുന്നു, അച്ഛാ, ഞാൻ ഇനി എപ്പോഴാണ് ഈ ആശ്രമം കാണാൻ വരിക എന്ന്. അപ്പോൾ കണ്ണൻ ശകുന്തളയോട് പറയുന്നൊരു ശ്ലോകമുണ്ട്. നാലന്തം കലരും ധരിക്കു ശുചിരം സാപത്യമേറ്റിട്ടു നീ, ദുഷ്യന്തന്നു പിറന്നിടും നിജസുതൻ വീരാഗ്രനായി വാഴവേ, താനേന്തുന്ന കുടുംബഭാരം അവനിൽ ചേർത്തോരു ഭർത്താവുമായി, വിശ്രാന്തിക്കാശ്രമമിതിൽ പാർക്കാൻ വരും മേലിലും. നാലന്തം കലരും ധര, 4 അതിർത്തികളുള്ള ഭൂമി, അതാണ് രാജ്യം. മനസ്സിലായോ? ഒരു രാജ്യത്തിന് 4 ഘടകങ്ങൾ ഉണ്ടാവണം. എ സ്റ്റേറ്റ് ഹാസ് 4 എലിമെന്റ്സ് എന്നാണ് പൊളിറ്റിക്കൽ സയൻസിൽ പറയുന്നത്. 1 ഭൂമി വേണം, വേണ്ടേ? അതിന് കൃത്യമായ അതിരും വേണം. ആ അതിര് കാക്കാനാ നമ്മുടെ ബഡ്ജറ്റിൽ 40% ചെലവഴിച്ച് പട്ടാളത്തെ ശമ്പളം കൊടുക്കുന്നത്. മനസ്സിലായോ? ആ ധര, അതിർത്തികളുള്ള ധര, ഭൂമി. രണ്ടാമത്തത് അവിടെ ജനങ്ങൾ വേണം. അന്റാർട്ടിക്ക ഒരു രാഷ്ട്രമല്ല, ഭൂമിയുണ്ട്, പക്ഷെ അവിടെ മഞ്ഞ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് മനുഷ്യാധിവാസം ഇല്ല, അത് രാഷ്ട്രമല്ല. മൂന്നാമത്തത് ഈ ഭൂമിയുടെ മേലെ നമുക്ക് പരമാധികാരം വേണം. 47 ആഗസ്റ്റ് 15 മുമ്പ് ഇന്ത്യ രാഷ്ട്രമായിരുന്നില്ല, കാരണം ഈ ഭൂമിയുടെ മേലെ നമുക്ക് പരമാധികാരം ഉണ്ടായിരുന്നില്ല. നാലാമത്തത് അവിടെ ഒരു ഗവൺമെൻറ് വേണം. ഈ പരമാധികാരത്തെയും ജനങ്ങളെയും ഭൂമിയെയും സംരക്ഷിക്കുവാൻ ഒരു നിയമസംഹിത നടപ്പിലാക്കാനുള്ള ഉത്തരവാദപ്പെട്ട ആളുകൾ വേണം. ഈ 4 ഘടകങ്ങൾ ചേരുന്നതാണ് രാഷ്ട്രം. അപ്പൊ രാഷ്ട്രീയമെന്ന് പറഞ്ഞാൽ എന്താ? രാഷ്ട്രീയമെന്ന് പറഞ്ഞാൽ മുദ്രാവാക്യം വിളിക്കലും സമരം ചെയ്യലും വോട്ട് ചെയ്യലുമാണെന്ന് ധരിച്ചുപോയി നമ്മുടെ നാട്ടിൽ. രാഷ്ട്രീയമെന്ന് പറയുന്നത് ജനങ്ങളെ സംബന്ധിച്ചും അവിടുത്തെ ഭൂമിയെ സംബന്ധിച്ചും അവിടുത്തെ ജനങ്ങളുടെ നിയമങ്ങളെ സംബന്ധിച്ചും
അതിൻ്റെ ഭരണകൂടത്തെ സംബന്ധിച്ചുമുള്ള ചർച്ചകളും പ്രവർത്തനങ്ങളുമാണ് രാഷ്ട്രീയമെന്ന് പറയുന്നത്. അപ്പം രാഷ്ട്രസങ്കല്പം ഇവിടെയാണ്, 4 അതിരുകളുള്ള ഭൂമി. അപ്പം രാഷ്ട്രബന്ധം വേണ്ടേ മനുഷ്യന്? രാഷ്ട്രബന്ധം വേണം. അടുത്തത് വൈകാരികമായ ബന്ധം വേണം. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തിന് 3 അടിത്തറയുണ്ട്. ആ 3 അടിത്തറയിൽ 2 മാത്രം ഇട്ടാൽ കാര്യമില്ല. നമ്മളിപ്പോൾ ഞാൻ താമസിച്ച സതീശേട്ടൻ കാർഷിക വിഭവങ്ങൾ വളം വെക്കുന്ന ഒരാളാണ്. ഈ വളത്തിൽ 3 ഘടകങ്ങളുണ്ട്. NPK കേട്ടിട്ടില്ലേ? NPK എന്ന് പറഞ്ഞാൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്. അപ്പം പിന്നെ K എങ്ങനെയാണ് വന്നത്? 2 P വന്നിട്ട് തിരിച്ചറിയുന്ന മാറിപ്പോകുന്നതിന് വേണ്ടി, മാറിപ്പോകാതിരിക്കാൻ വേണ്ടി പൊട്ടാഷിന് ലാറ്റിൻ വാക്ക് കൊടുത്തു കാലിയം. അങ്ങനെയാണ് NPK വന്നത്. ഇതിൽ N-ഉം P-യും ഉണ്ട്, K-യിലെ കാര്യമില്ല, കായ ഉണ്ടാവില്ല. K-യും P-യും ഉണ്ട്, N-യിലെ കാര്യമില്ല. K-യും N-ഉം ഉണ്ട്, P-യിലെ കാര്യമില്ല. ഇത് 3ഉം ചേരണം. മനുഷ്യ ജീവിതത്തിൽ ആരോഗ്യവും ബുദ്ധിയും വേണം. പോലെ തന്നെ 3ാമത്തൊരു ഘടകമുണ്ട്. ആ ഘടകം, അതിൻ്റെ പേര് മനസ്സ് എന്നാണ്. ഈ രാമായണ പാരായണം നടത്തുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട, ഏറ്റവും വികസിക്കേണ്ട പ്രക്രിയ മനസ്സാണ്. സമ്പത്ത് വർദ്ധിക്കുവാനും ആരോഗ്യം വർദ്ധിക്കുവാനും മാത്രമല്ല രാമായണം വായിക്കുന്നത്. രാമായണത്തിൻ്റെ ഫലശ്രുതി അല്ലേ? രാമായണത്തിൻ്റെ ഫലശ്രുതിയുണ്ട് അവസാനം കൊടുത്തിട്ട്. എന്തൊക്കെയാണ് രാമായണം വായിച്ചാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്? ആ കിട്ടാൻ പോകുന്നത് ഭൗതിക സുഖങ്ങൾ മാത്രം ലക്ഷ്യം വെച്ച് പ്രാർത്ഥിക്കുന്നവരും രാമായണം വായിക്കുന്നവരും വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. ഭൗതിക സുഖമുണ്ടാക്കലല്ല രാമായണത്തിൻ്റെ ഉദ്ദേശം. അവിടെ മനസ്സിൻ്റെ മഹാകാശത്തെ വളർത്തുക എന്നതാണ് രാമായണം വായിച്ചാൽ നമുക്ക് ഉണ്ടാകേണ്ട ലക്ഷ്യം. മനസ്സിലായോ? മനസ്സിൻ്റെ മഹാകാശം. നമ്മുടെ പുതിയ കുട്ടികൾക്ക് ഈ ആദ്യം പറഞ്ഞ 2ഉം ഗംഭീരമായി വളർന്നില്ലേ? നല്ല ആരോഗ്യമല്ലേ നമ്മുടെ കുട്ടികൾക്ക്? ചില പ്രായമുള്ള ആൾ പറയും, പണ്ടത്തെ ആരോഗ്യമല്ലേ ആരോഗ്യം, എന്താ ഭക്ഷണം, ഭയങ്കര ആരോഗ്യ. അത് വെറും വിഡ്ഢിത്തമാണ് കേട്ടോ പറയുന്നത്. അതിന് അടിത്തറയില്ല, ശാസ്ത്രമല്ല അത്. കാരണം നിങ്ങൾ നോക്കൂ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യയുടെ ആയുസ് എത്രയാണെന്ന് ശരാശരി എന്നറിയാവോ? 45 വയസ്സാണ്. എന്ന് പറഞ്ഞാൽ വയസ്സ് കൂട്ടുക, ചെറിയ കുട്ടികൾ മുതൽ പ്രായമുള്ളവർ വരെ മരിച്ച പ്രായത്തിൻ്റെ ശരാശരിയല്ലേ. അന്ന് ഒരുപാട് കുട്ടികൾ മരിച്ചു പോകാറുണ്ട്. ബാലമരണങ്ങളാണ് നമ്മുടെ രാമായണത്തിൻ്റെ ഫലശ്രുതിയിൽ പ്രധാനമായി പറയുന്നത്. ബാലമരണങ്ങളില്ല എന്നാണ്. അന്താരാഷ്ട്ര തലത്തിൽ യുനെസ്കോയും ലോകാരോഗ്യ സംഘടനയൊക്കെ പറയുന്നത് ഒരു സമൂഹത്തിൻ്റെ നല്ല വളർച്ചയുടെ ലക്ഷണം അവിടെ ബാലമരണങ്ങൾ കുറയുന്നു എന്നാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നല്ല വളർച്ച കേരളത്തിലാണ്. കേരളത്തിൽ 1000 കുട്ടി ജനിച്ചാൽ അതിൽ 4 കുട്ടികളെ മരിച്ചു പോകുന്നുള്ളൂ. അത് ജനിതകമായ വൈകല്യം കൊണ്ടാണ്. എന്നാൽ ഉത്തരേന്ത്യയിൽ 1000 കുട്ടി ജനിച്ചാൽ 60 കുട്ടികൾ മരിച്ചു പോകുന്നുണ്ട്. ഇവിടെ 4 കുട്ടികളെ മരിച്ചു പോകുന്നുള്ളൂ. അപ്പോൾ ബാലമരണങ്ങൾ, ഇന്ന് ബാലമരണങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ആയുസ് ഇന്ന് 78, പണ്ട് 45. ഒന്നും വേണ്ട, നമ്മളെ പഠിപ്പിക്കുന്ന മാഷന്മാരെ, ഞങ്ങളെല്ലാം പഠിക്കുന്ന മാഷന്മാർ, പിരിയാനാവുന്ന മാഷന്മാരെ നോക്കൂ, നരച്ച് പുളിച്ച് വയസ്സെത്തിയായിട്ടുണ്ടാവും ഇല്ലേ? ഇപ്പം പിരിഞ്ഞു കഴിഞ്ഞ ടീച്ചർമാരും മാഷന്മാരും ഇടയുണ്ടെങ്കിൽ ഒന്ന് നോക്കിയാട്ടെ. വെറുതെ തമാശക്ക് അവർ വെറുതെ മാട്രിമോണിയിൽ ഒന്ന് കൊടുത്താൽ 100 കണക്കിന് പ്രപ്പോസൽ വരും ഇല്ലേ? അത്ര നല്ല യുവാക്കളും യുവതികളുമാണ് ഇന്ന് പിരിഞ്ഞു പോയ ഉദ്യോഗസ്ഥന്മാരും അധ്യാപകരും ഒക്കെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് നല്ല ആരോഗ്യമാണ്, നല്ല സുന്ദരന്മാരും സുന്ദരികളല്ലേ നമ്മളെ കുട്ടികൾ. നമ്മളൊക്കെ ബാല്യത്തിലുള്ള കുട്ടികളുടെ കോലം എന്തെന്നാ? കഴിഞ്ഞ ദിവസം 1967 ഫ്രഞ്ചിൽ ഒരാൾ കേരളത്തിൽ വന്നിട്ട് ഇവിടുത്തെ കേരളത്തിൻ്റെ കളർ വീഡിയോ എടുത്തിട്ട് അന്ന് അവിടുത്തെ ചാനലിൽ സംപ്രേഷണം ചെയ്തതിൻ്റെ വീഡിയോ ഇപ്പോൾ അടുത്ത കാലത്ത് ഇവിടെ പ്രചരിക്കുന്നുണ്ട്. അതിലുള്ള കുട്ടികളുടെ കോലം കണ്ടിട്ടുണ്ടോ? ഷർട്ടിട്ട് ഒരു കുട്ടിയെ അതിൽ കാണൂല. അതിൽ നെഞ്ചുകൂടല്ല, ഇങ്ങനെ അസ്ഥികൾ പെറുക്കിയെടുക്കാം, എണ്ണിയെടുക്കാം. അത്തരത്തിൽ ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മെലിഞ്ഞ ഗോവിന്ദചാമിയെ കാണും പോലെയുണ്ട്. മനസ്സിലായോ? അതാണ് എല്ലാം വൃത്തികെട്ട കോലങ്ങളായിരുന്നു. ഇന്ന് നമ്മുടെ കുട്ടികൾ നോക്കൂ, എത്ര നല്ല സുന്ദരന്മാരും സുന്ദരികളുമാണ്, എത്ര നല്ല നീറ്റായിട്ടാ കുട്ടികൾ നടക്കുന്നത് അല്ലേ? നല്ല നീറ്റാ, പക്ഷെ അകത്ത് നീറ്റില്ല എന്നതിന് ഉദാഹരണം രാവിലെ നടക്കുമ്പോൾ ഞാൻ കണ്ടു. ഞാൻ ഇവിടുന്ന് തൃക്കുരട്ടി മഹാദേവർ ക്ഷേത്രം മുതൽ ഓർത്തഡോക്സ് പള്ളി വരെ നടന്നപ്പോൾ 87
വിസർജ്യത്തിവി മാലിന്യത്തിൻ്റെ ചാക്കുകൾ എറിഞ്ഞത് ഞാൻ എണ്ണി. ഇവിടുത്തെ ഹരിതകർമ്മസേനയും പഞ്ചായത്ത് 87 ചാക്കുണ്ട്. അതിലൊന്നിൽ മുഴുവൻ ഒരു ചാക്കിൽ നിറയെ സ്നഗ്ഗി റോഡിൽ കൊണ്ടുപോയി ഇട്ടിരിക്കുന്നു. തൻ്റെ വീട്ടിലെ മാലിന്യം ഈ റോഡിൽ കൊണ്ടുപോയി കളയുന്നുണ്ട്. പിന്നെ ഇവൻ എന്തിനാ അമ്പലത്തിൽ പോകുന്നത്? എന്തിനാ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നത്? എന്തിനാണ് ഇവന് ഈശ്വര വിശ്വാസം? ആലോചിച്ച് നോക്കൂ. അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അവരന് സുഖത്തിനായി വരേണം എന്ന് പറഞ്ഞ ഗുരുദേവന്റെ നാടല്ലേ ഇത്? നിങ്ങൾ അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരന് സുഖത്തിനൊന്നും വരണ്ട, അവരന് അസുഖത്തിന് വരരുതെന്നെങ്കിലും ചിന്തിക്കണ്ടേ? ഉണ്ടോ? അപ്പോൾ നമ്മുടെ ആരോഗ്യത്തിൻ്റെ പുറത്തുള്ള പുറംകാഴ്ചകളല്ല, നമ്മുടെ പരസ്പര സാമൂഹ്യ ജീവിതത്തിൻ്റെ ആ ഒരു പാരസ്പര്യബോധം. ബുദ്ധി നമ്മളെക്കാൾ 10 ഇരട്ടി ബുദ്ധി നമ്മുടെ മക്കൾക്കില്ലേ? നമ്മളെല്ലാം SSLCക്ക് പഠിക്കുന്ന കാലത്ത് 600-ൽ 360 മാർക്ക്, അതായത് 60% കിട്ടിയാൽ ഫസ്റ്റ് ക്ലാസ് ഉണ്ടെന്നല്ലേ പറയൽ. ഇന്നത്തെ കുട്ടികൾക്ക് നോക്കൂ, A+ അല്ല, അത് A ഇല്ല, B+ ഇല്ല, 60% എന്ന് പറഞ്ഞാൽ വെറും B മാത്രം കിട്ടിയ ഒരു കുട്ടി ഇപ്പോൾ ഇല്ല. ഉണ്ടോ? ഏതിലെങ്കിലും ഒന്നിലെങ്കിലും Aയോ A+ ഉണ്ടാവും. നമ്മൾ അന്ന് ഡിസ്റ്റിങ്ഷൻ വാങ്ങിയാൽ 80% മാർക്ക് കിട്ടിയാൽ നമ്മളന്ന് രാജാവാ, ഡിസ്റ്റിങ്ഷൻ ആനക്ക് എന്ന് പറയും. ഇന്ന് 80% എല്ലാ വിഷയത്തിലുണ്ട്, 90% 9 വിഷയത്തിലുണ്ട്, ഒരു വിഷയത്തിൽ A+ ഇല്ല, 89% പോയി. ആ കുട്ടിയെ ഒരു സ്ഥലത്തും ബാനർ വെക്കൂല, ഒരു ഫ്ലക്സ് ബാനറിലും അവൻ്റെ ഫോട്ടോ ഇല്ല. ഈ മരപ്പലയും കുപ്പിച്ചില്ലും കൊടുക്കുന്ന സ്വീകരണമില്ലേ? മരപ്പലകയും കുപ്പിച്ചില്ലും കൊടുക്കലാണല്ലോ പ്രധാനപ്പെട്ട സ്വീകരണം, മൊമെൻറ്റോ. അത് കൊടുക്കുന്ന ഒരു പരിപാടിക്ക് ഇവനെ വിളിക്കൂല. അപ്പുറത്തെ അയൽവാസിയായിരിക്കുന്ന ഗോപാലാട്ടനും രാമകൃഷ്ണനും വന്ന് ചോദിക്കും, എനിക്ക് A+ ഇല്ല, അല്ല മോനെ നീ തോറ്റുപോയോ എന്ന മട്ടിലാ ചോദിക്കുക. ഈ ചോദിക്കുന്ന ഗോപാലാട്ടനും രാമകൃഷ്ണനും പണ്ട് 210 കിട്ടാണ്ട് തോറ്റ വിദ്വാന്മാരായിരിക്കും. നമ്മുടെ കുട്ടികൾക്ക് എന്തൊരു ബുദ്ധിയാണെന്ന്! നല്ല ബുദ്ധിയാ കുട്ടികൾക്ക്, നല്ല ആരോഗ്യമാ കുട്ടികൾക്ക്. പക്ഷെ ഇത് രണ്ടും പോരാ. മൂന്നാമത്തൊരു ഘടകമുണ്ട്. രാമായണ പാരായണത്തിലൂടെ നിങ്ങൾ വളർത്തിയെടുക്കേണ്ടത് നമ്മുടെയും നമ്മുടെ കുടുംബത്തിലെയും കുട്ടികളുടെയും മൂന്നാമത്തെ ഘടകത്തിൻ്റെ പേര് മനസ്സ് എന്നാണ്. മനസ്സ്, മനോമണ്ഡലം വളർത്തിയെടുക്കുക. ആ മനോമണ്ഡലമാണ് യുദ്ധം ചെയ്തിട്ട് എല്ലാ സമ്പത്തും കിട്ടിക്കഴിഞ്ഞാൽ, ഇന്ദ്രപ്രസ്ഥവും ഹസ്തിനപുരവും കിട്ടിക്കഴിഞ്ഞാലും മനോമണ്ഡലം വളർന്നിട്ടില്ലേക്ക് കാര്യമില്ല എന്നതുകൊണ്ടാണ് യുദ്ധത്തിനിടയിൽ അർജുനനെ വിളിച്ചിട്ട് കൃഷ്ണൻ ഉപദേശിക്കുന്നത്, നിന്റെ മനോമണ്ഡലം വളർത്തിയെടുക്കണം. രാമായണം വായിക്കുന്നത് മനോമണ്ഡലം, പുരാണങ്ങൾ വായിക്കുന്നത് മനോമണ്ഡലം. ഈ ബുദ്ധിയും മനസ്സും ഒന്നല്ലേ? അല്ല, ബുദ്ധി വേറെ, മനസ്സ് വേറെ. ഞാൻ തെളിവ് തരാം. 3-4 മാസങ്ങൾക്ക് മുമ്പ് ജമ്മു കാശ്മീരിൽ ഇന്ത്യ ഞെട്ടിപ്പോകുന്നൊരു സംഭവം നടന്നല്ലോ. പാവപ്പെട്ട ടൂറിസ്റ്റുകളെ കുറച്ച് ഭീകരന്മാർ വെടിവെച്ച് കൊന്നുകളഞ്ഞു അല്ലേ? ആ ഭീകരന്മാരെല്ലാം നല്ല ബുദ്ധിയുള്ള ടീം. അറിയാം, കേരളത്തിൽ വന്ന് ഡിഗ്രി പാസ്സായ ആളുണ്ടായില്, ഡോക്ടറേറ്റ് നേടിയവരുണ്ടായില്. അതിസമർത്ഥരായത് കൊണ്ടല്ലേ പട്ടാളവും പോലീസും എല്ലാം തപ്പിയിട്ടും ഇതുവരെ ഒരുത്തനെ പിടിക്കാൻ കിട്ടാഞ്ഞത്. നല്ല ബുദ്ധിമാന്മാരാണവര്. പക്ഷെ കൊല്ലരുത് എന്ന മനസ്സവനുണ്ടായില്ല. രാമായണം എന്ന കാവ്യം തുടങ്ങുന്നത് എവിടെയാ? കൊല്ലരുത് എന്ന് പറഞ്ഞുകൊണ്ടല്ലേ. മാ നിഷാദ, നിങ്ങളുടെ ഉള്ളിലെല്ലാം ഒരു നിഷാദനുണ്ട്, കാട്ടാളനുണ്ട്. നമ്മുടെ ജനിതകമായിട്ട് 1000-10,000 വർഷം മുമ്പേ നമ്മൾ കാട്ടാളരായിരുന്നല്ലോ. വാൽമീകി മാത്രമല്ല, കാട്ടാളത്വത്തിൽ നിന്ന് മാനവികതയിലേക്കുള്ള മാറ്റം ആണല്ലോ വാൽമീകത്തിൽ നിന്ന് പുറത്തു വന്നത്. നമ്മളെല്ലാവരും കാട്ടാളൻ്റെ ഒരു ജീന് നമ്മുടെ ഉള്ളിലുണ്ട്. ഭക്ഷണം കാണുമ്പോൾ ആർത്തിയോടെ ഓടുന്നു. അധ്യാപക ദമ്പതിമാരുടെ ഒരു വിവാഹ ചടങ്ങിൽ ഞാൻ പങ്കെടുത്തു. അധ്യാപക ദമ്പതിമാരാ. ആ മകനും ഭാര്യയുടെ അച്ഛനും അമ്മമാരും അധ്യാപകരാ. അതുകൊണ്ട് അധ്യാപകരുടെ ഒരു ദേശീയ സമ്മേളനമായിരുന്നു ഇവിടെ. എല്ലാ മാഷന്മാരും ഉണ്ട്. അപ്പം മാലയിട്ട് കഴിഞ്ഞ ഉടനെ എനിക്കൊരു മറ്റൊരു കല്യാണത്തിന് പോകാനുള്ളതുകൊണ്ട് പുറത്തിറങ്ങാൻ നോക്കുമ്പോൾ ആ പുറത്തിറങ്ങുന്ന വഴിക്ക് അടിയിലത്തെ ഭക്ഷണ ഹാളിൻ്റെ ഗേറ്റ്, ആ ഗേറ്റിന് ഭക്ഷണത്തിനായി അധ്യാപകർ ക്യൂ നിൽക്കുകയാണ്. പുറത്തിറങ്ങാൻ വഴിയില്ല.
അവർ മാല ഇടുന്നതിന് മുമ്പേ വന്ന് ക്യൂ നിന്നു. അപ്പോൾ ഇലയെല്ലാം വെച്ച് അതിൽ തൊടുകറി വിളമ്പിയതിന് മാത്രമേ ഗേറ്റ് തുറക്കൂ. അപ്പോൾ കുറേ കഴിഞ്ഞിട്ട് എനിക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ അവസാനം ഗേറ്റ് അങ്ങ് തുറന്നു. ഗേറ്റ് അങ്ങ് തുറന്നപ്പോൾ ഒരു തള്ളി ഓട്ടം കണ്ടിട്ട് സോമാലിയിലെ പട്ടിണിക്കാർക്കിടയിൽ ഈ ബ്രെഡ് എറിഞ്ഞാൽ കുട്ടികൾ ഓടുന്നില്ല, അതുപോലെ മാഷന്മാർ എന്നോട് ക്ഷമിക്കണം, ഞാൻ ആ കാഴ്ച കണ്ടിട്ട് ഒരുപാട് കാലമായി ഭക്ഷണം കിട്ടാത്തവരുടെ ആക്രാന്തം. ഏത് മാഷായാലും അവൻ്റെ ഉള്ളിൽ ഭക്ഷണത്തിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു കാട്ടാളനുണ്ട്, അല്ലേ? നമ്മുടെ ഉള്ളിൽ എല്ലാവരും കാട്ടാളനുണ്ട്. കടിച്ചു കീറാൻ, അടിച്ചു പിരിയാൻ ഒരു കാട്ടാളത്വം നമ്മുടെ ഉള്ളിലുണ്ട്. അതിന് എതിരായിട്ട് നിഷാദ, അത് നിർത്തുകാട്ടാള. നമ്മുടെ ഭാരതത്തിൻ്റെ ദേശീയ ചിഹ്നം എന്താ? ഭാരതത്തിൻ്റെ ദേശീയ ചിഹ്നം നമ്മുടെ എല്ലാ കോയിനിലും കറൻസിയിലും ഇല്ലേ? അശോകസ്തംഭം. എന്താണ് അശോകസ്തംഭം? 4 സിംഹങ്ങൾ പരാങ്മുഖമായി നിന്നതല്ലേ? എന്താണ് ഇതിൻ്റെ അർത്ഥം? അശോക ചക്രവർത്തി കലിംഗ യുദ്ധത്തിൽ മനുഷ്യർ പരസ്പരം കൊല്ലുന്നത് കണ്ട് മനംമടുത്തിട്ട്, അല്ലേ, മനംമടുത്തിട്ട് അവസാനം യുദ്ധമേ വേണ്ടെന്ന് പറഞ്ഞ് മനുഷ്യരോട്, ലോകത്തെല്ലാ കാലത്തും എല്ലാ ദേശത്തോടുള്ള മനുഷ്യൻ്റെ ഉള്ളിലുള്ള നിഷാദനോട് പറയാ, പരസ്പരം അഭിമുഖമായി പൊരുതുന്ന സിംഹങ്ങളെ, നമ്മുടെ ഉള്ളിലൊരു സിംഹമുണ്ടല്ലോ, കീഴടക്കാനുള്ളൊരു സിംഹം. അതുകൊണ്ടല്ലേ കാട്ടിലെ രാജാവായിട്ട് നമ്മൾ സിംഹത്തെ അവരോധിച്ചത്, അല്ലേ? വലിപ്പം കൊണ്ടല്ലല്ലോ. നമ്മുടെ ഉള്ളിലൊരു സിംഹമുണ്ട്, ആക്രമിക്കാൻ കീഴടക്കുന്ന സിംഹം. ആ സിംഹങ്ങളെ, നിങ്ങളുടെ അക്രമം പരസ്പരം പൊരുതുന്നത് ഒഴിവാക്കൂ. 4 ദിക്കിലേക്ക് പോകൂ. നോർത്തിലേക്ക് പോകൂ, ഈസ്റ്റിലേക്ക് പോകൂ, വെസ്റ്റിലേക്ക് പോകൂ, സൗത്തിലേക്ക് പോകൂ. 4 ദിക്കുകളിലെ മനുഷ്യന്റെ അറിവുകൾ, അനുഭൂതികൾ കീഴടക്കാൻ മുന്നോട്ട് പോകൂ. നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്, ആ 4 ഇംഗ്ലീഷ് പദങ്ങളുടെ ആദ്യത്തെ അക്ഷരം കൂട്ടി വായിച്ചാലാണെന്ത്? NEWS. എന്താ? ന്യൂസ്. പിടികിട്ടിയോ? വാർത്തകൾ, അറിവിൻ്റെ വാർത്തകൾ, നന്മയുടെ വാർത്തകൾ തേടിപ്പോകൂ. 4 ദിക്കിലേക്ക് പോകാൻ. 2 പട്ടിക്കുട്ടിക്കൊരു മാംസക്കഷ്ണം കിട്ടിയാൽ പകുതി മുറിച്ച് നീ എടുത്തോ, പകുതി എനക്കും തന്നേ എന്ന് പറയാനുള്ള വാക്കുകളും ഭാഷയും മനസ്സും ആർക്കില്ല? പട്ടിക്കുട്ടിക്കില്ല. മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം, അതിൻ്റെ മൃഗങ്ങളുടെ മനസ്സാണ് ഭരിക്കുന്നത്, ശരീരം ലഘുവാണ്. ഗുരു മനസ്സാണ്. ഗുരു എന്ന വാക്കിനർത്ഥം അധ്യാപകനെന്നല്ലല്ലോ, വലുത് എന്നർത്ഥം. ഗുരുതരമായ പരിക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ മാഷന്മാർക്ക് പരിക്ക് പറ്റിയെന്നല്ലല്ലോ, വലിയ പരിക്ക് പറ്റിയെന്നല്ലേ. ഗുരു വലുത്, ലഘു ചെറുത്. മൃഗങ്ങളുടെ ഗുരു ശരീരമാണ്, മനസ്സ് ലഘുവ. ഈ അമ്പലത്തിൻ്റെ മുറ്റത്തൊരു പശു വന്നു. ആ പശുവിൻ്റെ ശരീരത്തിന് മൂത്രമൊഴിക്കണമെന്നോ ചാണകമിടണമെന്നോ തോന്നലുണ്ടായാൽ ഇത്രയും ആളെ മുമ്പിൽ ഈ ക്ഷേത്രത്തിന് മുന്നിൽ പറ്റില്ലെന്ന് പറയാനൊരു മനസ്സതിനില്ല. ശരീരം എന്ത് തോന്നുന്നോ അതപ്പ ചെയ്യും, വാലും മൊത്തിച്ച് മൂത്രയിക്കും. ഗുരുവായൂർ അമ്പലത്തിൻ്റെ നടയിലെത്തുമ്പോൾ ശീവേലിയും കൊണ്ട് നടക്കുന്ന ആന നടേൻ്റെ മുമ്പിൽ പിണ്ടോ ഇടൂ മൂത്രമൊഴിക്കും. കണ്ടിട്ടില്ലേ? അല്ലേ? മൂത്രയിക്കും. കാരണം അതിൻ്റെ ഗുരു ശരീരമാ, മനസ്സ് ലഘുവാ. എന്നാൽ നമ്മൾ ആരാ? നമ്മൾ മനുഷ്യനായത് നമ്മുടെ ഗുരു മനസ്സാണ്. നമുക്കിവിടുന്ന് വിസർജിക്കാൻ തോന്നിയാൽ, ഇണചേരാൻ തോന്നിയാൽ, തിന്നാൻ തോന്നിയാൽ അപ്പ ചെയ്യോ? നമ്മുടെ മനസ്സ് പറയും അവിടെ നിൽക്ക്, സമൂഹത്തിൻ്റെ ചില നിയമങ്ങളുണ്ട്. അപ്പോഴാണ് നമ്മൾ ആരാവുന്നത്? മനുഷ്യനാവുന്നത്. അതുകൊണ്ട് ആ ഗുരു, ശ്രീനാരായണ ഗുരു പറഞ്ഞത് മനുഷ്യാണാം മനുഷ്യത്വം. മനുഷ്യത്വം എന്ന് പറയുന്നത് എന്താ? ശരീരത്തിൻ്റെ ചോദനകളെ നിയന്ത്രിക്കുന്ന മനസ്സ്. ആ മനസ്സ് വളർത്തിയെടുക്കണം. ആ മൃഗീയ അവസ്ഥയിൽ നിന്ന് മാനവിക അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ വൈകാരികമായ ഒരു ഇമോഷണൽ ക്വഷ്യൻ്റ് ഉണ്ട്. രാമായണം വായിക്കും. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് രാമായണത്തിലെ ഇമോഷണൽ ക്വഷ്യൻറ്റും കുടുംബ ബന്ധങ്ങളും എന്നാണ്. അതാണ് എൻ്റെ വിഷയം. വൈകാരികമായ ബന്ധങ്ങൾ, അതിലൂടെ നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് വികാരമാണ്. അച്ഛൻ, അമ്മ, സഹോദരൻ, സഹോദരി എന്നൊക്കെ പറയുന്നത് കേവലം വാക്കർത്ഥങ്ങളല്ലല്ലോ, അതൊരു വൈകാരികമായ ബന്ധമാണല്ലേ. ഒരു വാഴക്കന്ന് പൊരിച്ചു നട്ടാൽ ആ കന്ന് പൊരിച്ചു നടുമ്പോൾ ആ തള്ളവാഴയ്ക്ക് എൻ്റെ മോൻ പോവുകയാണല്ലോ എന്ന വൈകാരികമായ സങ്കടമില്ല. ആ പൊരിച്ചു നട്ട കന്നുവാഴക്ക് എൻ്റെ അമ്മ അവിടെ ഭക്ഷണം കിട്ടുമോ എന്ന് ഒരാശങ്കയുമില്ല, ഒരു വൈകാരിക ബന്ധവുമില്ല. ഉണ്ടോ? ഒരു വൈകാരിക ബന്ധവുമില്ല.
ഒരു പശു പ്രസവിച്ചാൽ മുലയൂട്ടൽ കഴിയുന്നത് വരെ അതിനൊരു വൈകാരിക ബന്ധമുണ്ടാകും. പക്ഷെ മുലയൂട്ടൽ കഴിഞ്ഞ് പിരിഞ്ഞു പോയാൽ പിന്നെ അതിന് തള്ളപ്പശുവിനെ വൃന്ദമന്ദിരത്തിലാക്കണോ അല്ലെ ഭക്ഷണം കൊടുക്കണമെന്നോ ഈ കുഞ്ഞി പശുവിന് ഒരു ചിന്തയും ഇല്ല. ആ വൈകാരിക ബന്ധമില്ലാത്തത് കൊണ്ടാണ് മൃഗങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ ആരാ? നമുക്ക് വൈകാരിക ബന്ധമുണ്ട്. തൻ്റെ കുഞ്ഞിനെ ഉറക്കുമ്പോൾ കുയിലിൻ്റെ പാട്ട് കേട്ടാൽ പോലും ദേഷ്യം വരുന്നവളാണല്ലോ അമ്മ. കുയിലേ, നിന്റെ പാട്ടിൻ്റെ വോളിയം കുറക്ക്, എൻ്റെ മോൻ ഉറങ്ങുകയാണെന്ന് പറയും. നിലാവെളിച്ചം നമുക്കെല്ലാം ഇഷ്ടമാണ്. നിലാവിൻ്റെ ശിശിരരശ്മികൾ ജാലകപ്പഴുതിലൂടെ കടന്നു വന്ന് ഉറങ്ങുന്ന കുഞ്ഞിൻ്റെ കൺപോളകളിൽ സ്പർശിച്ചിട്ട് അവൻ്റെ സ്വപ്നങ്ങളുടെ നിറം കെട്ടുപോകാതിരിക്കാൻ നിലാവേ നിന്റെ വോൾട്ടേജ് കുറക്കണേ എന്ന് പറയുന്നവളാണല്ലോ അമ്മ. കഴിഞ്ഞ വർഷം അന്തരിച്ചു പോയ നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ പി ജയചന്ദ്രന്റെ പാട്ടോർമ്മയിലെ ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ എന്നോമലുറക്കമായി ഉണർത്തരുതേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ. ഒന്നിനി തിരി താഴ്ത്തു ശാരദ നിലാവേയി കണ്ണിലേക്കിനാവുകൾ കെടുത്തരുതേ, കണ്ണിലേക്കിനാവുകൾ കെടുത്തരുതേ എന്നമ്മ കുയിലിനോടും നിലാവിനോടും മാത്രമല്ല സ്വന്തം ഹൃദയത്തോട് ആജ്ഞാപിക്കും. ഉച്ചത്തിൽ മിടിക്കൊല്ലെ നീ എൻ്റെ ഹൃദന്തമേ, സ്വച്ഛശാന്തമെന്നോമൽ മയങ്ങിടുമ്പോൾ. അല്ലേ? കാട്ടിലേക്ക് പോകുന്ന രാമനെ അനുഗ്രഹിക്കുന്ന കൗസല്യാദേവിയുടെ പ്രാർത്ഥന. വനദേവതമാരെ, അല്ലേ, വനദേവതമാരെ, അഷ്ടദിക്പാലകരെ, എൻ്റെ മകൻ കാട്ടിലേക്ക് പോകുമ്പോൾ ഇവന് കാവലാളായി നിങ്ങൾ നിൽക്കണേ എന്ന് പറഞ്ഞ് കരയുന്ന അമ്മയെ എങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്? ആ കൗസല്യാദേവിയെ നമ്മൾ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്? അതാണ് വൈകാരികമായ കുടുംബ ബന്ധങ്ങൾ. മനുഷ്യന് മാത്രമുള്ളതാണത്. ആ കുടുംബ ബന്ധങ്ങളാണ് നമ്മൾ രാമായണത്തിൽ നിന്ന് പഠിച്ച് പ്രാവർത്തികമാക്കേണ്ടത്. കേവലം കേട്ട് ആസ്വദിക്കേണ്ടതല്ല, പ്രാവർത്തികമാക്കേണ്ടത്. ഏതെല്ലാം ബന്ധങ്ങളാണ്? ഒരുപാട് ബന്ധങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു 4-5 കുടുംബ ബന്ധങ്ങളും അതിലൂടെ ഉണ്ടാകുന്ന വൈകാരികമായ പ്രകാശവും എന്തെന്ന് പറഞ്ഞിട്ട് എൻ്റെ പ്രസംഗം ഞാൻ നിർത്താം. ഒന്നാമത്തത് അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം. രാമന്റെ കാലഘട്ടമാവുമ്പോഴേക്ക് സ്ത്രീജിതനായ പിതാവിൽ നിന്ന് ശ്രീജിതനായ മകനിലേക്കാണ് മാറ്റം. സ്ത്രീജിതനാണ് ദശരഥൻ. 2-3 ഭാര്യമാരിട്ട് ഒരുപാട് അന്തഃപുരത്തിൽ സ്ത്രീകൾ ഉണ്ടായിരുന്നു. സ്ത്രീജിതൻ. മക്കളില്ലാഞ്ഞ സങ്കടം കൊണ്ട് യാഗം നടത്തിയെന്ന് പറയുന്ന ദശരഥനെ പറ്റി വേറൊരു കഥയുണ്ട്, അറിയുമോ? ദശരഥന് ശാന്ത എന്ന് പേരുള്ള മറ്റൊരു മകളുണ്ടായിരുന്നു. അവളെ ആർക്ക് കന്യാദാനം കൊടുത്തു? കന്യാദാനമല്ല, ദത്തു കൊടുത്തു. ലോമപാത രാജാവിന് ദത്തു കൊടുത്തു. ആ ശാന്തയാണ് ഋഷ്യശൃംഗൻ്റെ ഭാര്യയായി മാറിയത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ദശരഥന് മക്കളില്ലാതെ യാഗം നടത്താൻ വരുന്നത് ആദ്യത്തെ മോള ഭർത്താവാ. പിടികിട്ടിയോ? ആദ്യത്തെ മോള ഭർത്താവാണ് യാഗം നടത്താൻ വരുന്നത്. അപ്പൊ ദശരഥൻ 3 ഭാര്യമാരുണ്ട്. ആ 3 ഭാര്യയിൽ സൗന്ദര്യം നോക്കിയിട്ട് ഒരു ഭാര്യയോട് കൂടുതൽ അടുപ്പം കാണിച്ചത് കൊണ്ടാണല്ലോ ഈ പ്രശ്നങ്ങൾ മുഴുവൻ കൊട്ടാര വിപ്ലവം ഉണ്ടായത്. അല്ലേ? കൊട്ടാര വിപ്ലവം ഉണ്ടായതാണ്. കയ്യേയിക്ക് 2 വരം കൊടുക്കാമെന്ന് നേരത്തെ പറഞ്ഞു പോയിരുന്നു. ആ വരം തൽക്കാലം അക്കൗണ്ടിലിട്ടോ, ഇപ്പം വേണ്ട, പിന്നെ ആവശ്യമുള്ളപ്പോൾ ഞാൻ എടുത്തോളാമെന്ന് കയ്യേയി പറഞ്ഞു. രാമൻ്റെ അഭിഷേകത്തിൻ്റെ തലേ ദിവസം നമ്മുടെ കുടുംബങ്ങളിൽ എടുക്കുന്ന തീരുമാനങ്ങളുടെ എപ്പോൾ എങ്ങനെ ചെയ്യണമെന്നത് കൃത്യതയില്ലാത്തതിൻ്റെ ദുരന്തമാണ് നമ്മൾ രാമായണത്തിന് പഠിക്കാൻ പറ്റുന്നത്. ഭരതൻ കേകയ രാജ്യത്ത് പോയ സമയത്ത് തന്നെ രാമൻ അഭിഷേകം നടത്തണമായിരുന്നോ? ഭരതൻ കൊട്ടാരത്തിലുണ്ടെങ്കിൽ ഈ സംഭവം നടക്കുമോ? ഇല്ല. ഭരതൻ തിരിച്ചു വന്നിട്ട്
തനിക്ക് വേണ്ടി കൈകേയി ആവശ്യപ്പെട്ട വരങ്ങൾ കേട്ടിട്ട് കൈകേയിയെ ഭർഷിക്കുന്ന കുലടേ, നിന്റെ വയറ്റിൽ പറന്നുപോയല്ലോ ഞാൻ എന്ന് സ്വയം ശപിക്കുന്ന ഭാഗമുണ്ട് ഭരതൻ. അറിയണം, ആ ഭരതൻ കൊട്ടാരത്തിൽ ഇല്ലാത്ത സമയത്ത് പെട്ടെന്ന് ഒരു തീരുമാനം വൈകാരികമായി എടുക്കേണ്ടതുണ്ടായിരുന്നില്ല. ആര്? ദശരഥൻ. അതുകൊണ്ട് തീരുമാനം എടുക്കുമ്പോൾ ഗൃഹനാഥന്മാർ ശ്രദ്ധിക്കുക. തീരുമാനം എടുക്കുമ്പോൾ ആ എടുക്കുന്ന തീരുമാനത്തിൻ്റെ സമയവും സ്ഥലവും പ്രധാന ഘടകമാണ്. ഏതൊരു കാര്യത്തിൻ്റെയും മൂല്യം നിശ്ചയിക്കുന്നത് അത് സംഭവിക്കുന്ന സ്ഥലകാല ബന്ധങ്ങളാണ്. ഒരു വസ്തുവിൻ്റെ മൂല്യം സ്ഥലം മാറുമ്പോൾ മൂല്യം പോവും, കാലം മാറുമ്പോൾ മൂല്യം പോവും. തിക്കുറിശി സുകുമാരൻ നായരെ അറിയില്ലേ നിങ്ങൾക്ക്? നല്ല നടൻ മാത്രമല്ല, നല്ല പാട്ടും എഴുതും അദ്ദേഹം. അദ്ദേഹം എഴുതിയൊരു പാട്ട്, ഭാര്യയുടെ മുടിയെ വർണ്ണിച്ചിട്ട് ഭർത്താവ് പാടുന്ന പാട്ട്, കാർ കൂന്തൽ കെട്ടിനെന്തിനു വാസനത്തൈലം, നിന്റെ വാർ നെറ്റി തടത്തിനെന്തിനു സിന്ദൂരത്തിലകം. മുടിയെ വർണ്ണിച്ചിട്ട് നിന്റെ മുടിക്ക് വാസന തൈലൊന്നും ഇല്ലെങ്കിലും നല്ല സുഗന്ധമുണ്ടെന്ന് പറഞ്ഞപ്പോൾ സ്ത്രീകൾക്ക് മുടിയെ വർണ്ണിച്ച് ഭർത്താവ് പറഞ്ഞാൽ അതിനെ പോലെ സന്തോഷം വേറെയില്ലല്ലോ. അപ്പോൾ ഭർത്താവിനൊരു സ്പെഷ്യൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു ഈ സ്ത്രീ. അങ്ങനെ ഭർത്താവ് ടേസ്റ്റോടെ ആ ഭക്ഷണം വാരി തിന്നുമ്പോൾ നേരത്തെ വർണ്ണിച്ചൊരു സാധനത അതിൽ വലിയുന്നു. ഏത്? ഈ മുടി. ആ മുടിയെടുത്തിട്ട് കാർ കൂന്തൽ കെട്ടിനെന്തിനെന്ന് പറയോ? സ്ഥാനം മാറുമ്പോൾ അതിൻ്റെ മൂല്യം പോയി. വായിലുള്ള ഉമിനീര് ഭക്ഷണത്തിൻ്റെ കൂട്ടത്തിൽ ചവച്ചരച്ച് വയറ്റിലേക്ക് വിഴുങ്ങുന്ന വിശുദ്ധജലമാണ് അല്ലേ? പക്ഷേ വായക്ക് പുറത്തു വന്നാലോ അത് വെറും തുപ്പലാണ്. സ്ഥാനം മാറുമ്പം പോയി, കാലം മാറുമ്പം പോയി. ഞാൻ ഇന്ന് ഈ പരിപാടി കേട്ടിട്ട് ഇന്ന് ഇവിടെ വരാതെ രാത്രി 10 മണിക്ക് വന്നാൽ എൻ്റെ വില പോയല്ലോ. കഴിഞ്ഞ കൊല്ലം ഞാനിവിടെ നന്നായി വന്ന് പ്രസംഗിച്ച ആളാണ്, അതുകൊണ്ട് ക്ഷമിച്ചേക്കെന്ന് പറയോ? എൻ്റെ വില പോയി. നമ്മൾ എവിടെയാണോ ഉണ്ടാവേണ്ടത്, എവിടെയാണോ എപ്പോഴാണോ ഉണ്ടാവേണ്ടത്, അവിടെ ഉണ്ടായില്ലെങ്കിൽ നമ്മുടെ വില പോവും. അതുപോലെ ആ തീരുമാനങ്ങൾ എടുക്കേണ്ട സമയവും സ്ഥലവുമെല്ലാം പ്രധാനപ്പെട്ട ഘടകമാണ്. അതാണ് ദശരഥൻ അന്ന് അഭിഷേകം നടത്താൻ തീരുമാനിച്ചപ്പോൾ കൈകേയിക്ക് കൊടുത്ത പഴയ അക്കൗണ്ട് ഉണ്ടല്ലോ, അതിൻ്റെ പലിശയ്ക്ക് പലിശയും ഇവൾ വിഡ്രോവൽ ഫോർ എഴുതി കൊടുത്തു. അതിൽ നിന്ന് എന്താ പഠിക്കേണ്ടത്? ഭാര്യയ്ക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് വിചാരിച്ചാൽ പിന്നേക്ക് വെക്കരുത്, അന്നേരം കൊടുത്തേക്കണം. പിന്നേക്ക് വെച്ചാൽ അത് ആപത്താ. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഭരതൻ രാജാവാകണം, രാമൻ കാട്ടിൽ പോകണം എന്ന് തീരുമാനമായി. ആ തീരുമാനമായി. വേറെ സത്യത്തിൽ വിശ്വാസമുള്ളത് കൊണ്ട് ദശരഥന് വേറെ നിവൃത്തിയില്ല. അങ്ങനെ ദശരഥനെ രാമൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാൻ പറയുന്നു. രാമൻ്റെ കൊട്ടാരത്തിൽ പരിചാരകന്മാരെടുത്ത് കൊണ്ടുവന്നു. തളർന്നു നിൽക്കുന്ന ദശരഥൻ രാമനോട് പറയുന്നു, എനിക്ക് നിവൃത്തിയില്ലാതെ ഇങ്ങനെ സമ്മതിക്കേണ്ടി വന്നു മോനെ. പക്ഷേ നിനക്കൊരു കാര്യം ചെയ്യാം, ക്ഷത്രിയന്മാർക്ക് ആയുധബലം പ്രധാനമാണ്. നീ എന്നെ പരാജയപ്പെടുത്തുക, നീ എന്നെ ബന്ധിക്കുക, എന്നിട്ട് എന്നെ കാരാഗൃഹത്തിൽ അടക്കുക, എന്നിട്ട് സത്യം പാലിക്കാൻ എനിക്ക് നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് നീ അഭിഷേകം നടത്തുക. എനിക്ക് സത്യം പാലിക്കാൻ പറ്റിയില്ല എന്ന് കൈകേയിയോട് പറയാനൊരു കാരണമായല്ലോ. ഞാനെന്ത് ചെയ്യാനാ? എന്നെ പിടിച്ച് കാരാഗൃഹത്തിലിട്ടില്ലേ അല്ലേ? എന്നിട്ട് നീ രാജ്യം ഭരിക്കുക, അഭിഷേകം നടത്തുക എന്ന് പറഞ്ഞപ്പോൾ രാമൻ അച്ഛനോട് പറയാ, അച്ഛാ 3 തരം മക്കളുണ്ട്. 3 തരം മക്കൾ. ഒന്ന്, താതകാര്യമനാജ്ഞപ്തമാകിലും മോദേന ചെയ്യുന്ന പുരുഷനുത്തമൻ. അച്ഛൻ മനസ്സിൽ ആലോചിക്കുന്ന കാര്യം അനാജ്ഞപ്തം, ആജ്ഞാപിക്കാതെ തന്നെ അച്ഛൻ്റെ മനസ്സറിഞ്ഞ് സ്വന്തം ഇഷ്ടത്തോടെ ചെയ്യുന്ന മകനാണ് ഉത്തമപുത്രൻ. മനസ്സിലായോ? ഉത്തമപുത്രൻ അല്ലേ? അതാണ് ശരിയായ മകൻ. രണ്ടാമത്തത്, താതൻ നിയോഗത്താൽ ചെയ്തടങ്ങുന്നവൻ മധ്യമപുത്രനെന്നറിഞ്ഞാലും. അച്ഛൻ പറഞ്ഞിട്ടനുസരിക്കുന്നവൻ മധ്യമനാണ് അല്ലേ? സ്വയം അറിയാതെ അച്ഛൻ പറഞ്ഞിട്ട് മാത്രം ചെയ്യുന്നവൻ മധ്യമൻ. മൂന്നാമത്തെ പുത്രനാരാ? ആ പുത്രനെ വളർത്താൻ വേണ്ടി ആധുനിക സംസ്കാരം ഒരു പരസ്യത്തിലൂടെ നമ്മുടെ കുട്ടികളെ പറ്റിക്കുന്ന കഥ ഞാൻ പറയാൻ പോവാ. താതൻ നിയോഗിക്കലും ഇക്കാര്യം എന്നാലെ കർത്തവ്യമല്ലെന്ന് വെച്ചടങ്ങുന്നവൻ. അച്ഛൻ പറഞ്ഞിട്ടും ഞാനിതൊന്നും ചെയ്യൂല, അവൻ ആരാ?
പറഞ്ഞാതെ ചെയ്യുന്നവൻ ഉത്തമൻ, പറഞ്ഞിട്ട് ചെയ്യുന്നവൻ മധ്യമൻ, പറഞ്ഞിട്ട് ചെയ്യാത്തവൻ ആരായിരിക്കും? അധമനല്ല. അധമനല്ലേ നമ്മൾ പ്രതീക്ഷിച്ചത്? അല്ല. രാമായണം പറയുന്നു, പിത്രോർമലമെന്നു ചൊല്ലുന്നു സത്തുക്കൾ. അത് പിതാവിൻ്റെ മകനല്ല, മലമാണെന്ന്. നമ്മളെ വീട്ടിൽ എത്ര മലം ഉണ്ടാവും? നിങ്ങൾ ആലോചിച്ച് നോക്കുക. ആ മലം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു പരസ്യമുണ്ട്, അറിയാവോ? 5 സ്റ്റാർ മുട്ടായിൻ്റെ പരസ്യം കണ്ടു നിങ്ങൾ? ഒരു പയ്യൻ റോഡ് സൈഡിൽ നിന്നിട്ട് 5 സ്റ്റാർ മുട്ടായി ഇങ്ങനെ ആസ്വദിച്ച് തിന്നുക. അപ്പോൾ ഒരു പ്രായമുള്ള ഒരു സ്ത്രീ ഒരു ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിൽക്കുന്നു. അവരെ കയ്യിൽ നിന്ന് എന്തോ സാധനം ഉരുണ്ട് വീണ് താഴോട്ട് പോയി. അപ്പോൾ ഈ പയ്യനോട് പറഞ്ഞു, മോനെ ഒന്ന് അതിങ്ങ് എടുത്തതാ മോനെ. അപ്പോൾ ഇവൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഈ മുട്ടായി ഇതൊന്നും അല്ലാതെ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. അതിൽ ഇങ്ങനെ ലയിച്ച് അലുവ കിട്ടിയ പട്ടിയെ പോലെ ഇവനിങ്ങനെ നിൽക്കുക. അവസാനം ഇവൻ എടുത്തു തരില്ല എന്ന് ബോധ്യമായപ്പോൾ ഈ വല്യമ്മ മെല്ലെ എഴുന്നേറ്റിട്ട് അവർ തന്നെ കഷ്ടപ്പെട്ട് വന്നിട്ട് ഇത് എടുക്കുമ്പോൾ ഇല്ല, ഇവരിരുന്ന ബസ് സ്റ്റോപ്പിൻ്റെ മേൽക്കൂര ഡിം എന്ന് പറഞ്ഞ് താഴെ വീണു. ഇവൻ അത് എടുത്തു കൊടുത്തിരുന്നുവെങ്കിൽ ആ മേൽക്കൂര ആ സ്ത്രീയുടെ തലയിൽ വീഴുമായിരുന്നു. എടുത്തു കൊടുക്കാത്തത് കൊണ്ട് അവർ രക്ഷപ്പെട്ടു. ഉടൻ തന്നെ ആ സ്ത്രീ ഇവനോട് പറയാൻ, താങ്ക് യു മോനെ, ഒന്നും ചെയ്യാത്തതിൽ നിന്ന്. അതാണ് നമ്മുടെ പുതിയ തലമുറ. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാതിരിക്കുക എന്ന അകർമ്മണ്യതയാണ് നമ്മുടെ യുവാക്കളെ ബാധിച്ചിരിക്കുന്ന വിഷയം. ബുദ്ധിയില്ലാത്തതല്ല. അടുത്ത പ്ലസിൻ്റെ അർത്ഥം അറിയുമോ? പ്ലസിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. ഇന്ത്യ കണ്ട ആദ്യത്തെ A+കാരൻ ആരാന്നറിയാമോ? ആധുനിക ഇന്ത്യ കണ്ട ആദ്യത്തെ A+കാരൻ അവിടെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. വാട്ട് ഈസ് കരംചന്ദ് ഗാന്ധി? ഗാന്ധിക്ക് റാങ്ക് കിട്ടിയിരുന്നില്ല, മിടുക്കനായിരുന്നില്ല, നല്ല പ്രസംഗം നടത്തുന്ന ആളല്ല, നാണം കുണിങ്ങിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി, നല്ല ഡ്രസ്സിട്ട്, നല്ല മുടിയില്ല, തലയിൽ മൊട്ടത്തലയന, നല്ല ഡ്രസ്സില്ല. എന്നിട്ടും അദ്ദേഹം നമ്മൾ രാഷ്ട്രപിതാവാക്കിയത് എന്തുകൊണ്ടാണ്? കരംചന്ദ് ഗാന്ധി കർമ്മവും ചിന്തയും ചാലിച്ചു ചേർത്തത് കൊണ്ടാണ്. നമ്മുടെ അറിവും കർമ്മവും ചാലിക്കണം. കർമ്മം X ആക്സിസും ചിന്ത Y ആക്സിസും. പിടികിട്ടിയോ പ്ലസിൻ്റെ അടുത്ത അർത്ഥം? അറിവിനെ തിരിച്ചറിവാവുകയും അത് കർമ്മകാണ്ഡത്തിൽ എത്തിക്കുകയും ചെയ്യണം. സൂര്യഗായത്രി കഴിഞ്ഞാൽ അടുത്ത മന്ത്രം ഏതാ? ശാന്തി മന്ത്രം ഇല്ലേ? ആ ശാന്തി മന്ത്രത്തിൻ്റെ അർത്ഥം എന്താ? ഓം സഹനാവവതു. കൂടിയിരുന്ന് ചർച്ച ചെയ്ത് പഠിക്കണം. മനസ്സിലായോ? ഒറ്റക്കൊറ്റക്ക് പഠിക്കണ്ട. ഇപ്പം കുട്ടികൾ ക്ലാസ് റൂമിൽ നിന്ന് പഠനമെല്ലാം വിട്ടിട്ട് പരീക്ഷ എടുക്കുമ്പോൾ യൂട്യൂബിൽ നിന്ന് പഠിച്ചോളാ. നിങ്ങൾ കുട്ടികളോട് പറയണം, അത് ശരിയായ അറിവല്ല. യഥാർത്ഥ അറിവ്, ശരിയായ അറിവ് എപ്പോഴാണ് ആവുന്നതെന്നറിയോ? എൻ്റെ ശരി ശരിയാവുന്നത് എൻ്റെ ശരിയും നിങ്ങളുടെ ശരിയും ഒത്തുചേർന്ന് നമ്മുടെ ശരിയാവണം. രാമായണത്തിൽ യുദ്ധത്തിലേക്ക് ഇറങ്ങാൻ പോകുന്ന രാവണൻ തന്നെ മന്ത്രിമാരെ വിളിച്ച് നടത്തുന്ന ഒരു ചർച്ചയുണ്ട്. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ? എല്ലാ ഭരണാധികാരികളും കൃത്യമായി പഠിക്കേണ്ടതാണത്. മന്ത്രിമാരോട് നടത്തുന്ന ചർച്ചകളിലൂടെ എടുക്കുന്ന തീരുമാനം. ഡെമോക്രസിയുടെ ആദ്യത്തെ പ്രാകൃത രൂപം രാവണ സദസ്സാണ്. രാവണ സദസ്സിൽ ചർച്ച ചെയ്യുമ്പോൾ രാവണൻ പറയുന്നുണ്ട്, എപ്പോഴാണ് യഥാർത്ഥ ശരി ഉണ്ടാവുന്നത്? എൻ്റെ ശരിയും നിന്റെ ശരിയും ഒത്തുചേർന്ന് നമ്മുടെ ശരിയാവണം. എൻ്റെ ശരിയും നിന്റെ ശരിയും ഒത്തുചേർന്ന് നമ്മുടെ ശരിയാവണം. നമ്മുടെ കുട്ടികളിപ്പോൾ പൊതു മാനദണ്ഡം എന്താണെന്നറിയാം അവർക്ക്? ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഞാൻ മാത്രം ശരി, നീ ഒന്നും ശരിയല്ല. അതിന് ഉത്തരവാദി എന്താണെന്നറിയുമോ? ആരാന്നറിയുമോ? ലോകത്തിലുള്ള നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സുമിത്ര, ലക്ഷ്മണനെ ഉപദേശിക്കുന്ന സുമിത്രയല്ല നിങ്ങൾ. എന്താ വീട്ടിലെ ചർച്ച? അതാരാ വഴിയെ പോകുന്ന? അത് ഗോപാലൻകുട്ടി, മഹാവൃത്തികെട്ടവനാ. പഞ്ചായത്ത് മെമ്പർ ഒരു ചുക്കിനും കൊള്ളൂല. പഞ്ചായത്ത് പ്രസിഡന്റ് മഹാബദ്ധം, MLA പോക്ക്, മന്ത്രിമാരെല്ലാം ഭഷളന്മാർ, മുഖ്യമന്ത്രി ഭീകരൻ, പ്രധാനമന്ത്രി അയിലും ഭീകരൻ. ലോകത്ത് സകല ആളും മോശ, ഒരാളേ ഉള്ളൂ ലോകത്ത് നല്ല. അതാരാ? ഞാൻ മാത്രം. ഈ ചർച്ചകൾ കേട്ട് നമ്മുടെ കുട്ടികളുടെ മനോഭാവം ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഞാൻ മാത്രം ശരി, നീ ഒന്നും ശരിയല്ല. ഈ ശരിയിൽ നിന്ന് 6 ശരി ഉണ്ടാവും. 6 ശരികൾ രൂപപ്പെടുന്നു. ഈ 6 ശരിയിലൂടെയാണ് ലോകത്തിലെ സകല തെറ്റുമുണ്ടാകുന്നത്. 2024 ഈ ഭൂമണ്ഡലത്തിൽ 1,20,000 ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്, അറിയുമോ? മണിപ്പൂരിൽ മെയ്ത്തികളും കൂക്കികളും തമ്മിലുള്ള
കലാപത്തിലും റഷ്യയും ഉക്രൈനും തമ്മിലുള്ള കലാപത്തിലും പാലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള കുഴപ്പത്തിലും എല്ലാം യുദ്ധത്തിൽ മരിച്ചു. മാത്രമല്ല, ഈ കേരളത്തിൽ 2024 314 മനുഷ്യർ കൊന്നിട്ടുണ്ട് കേട്ടോ. കേരളത്തിൽ 311 കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. അതിൻ്റെ കണക്കിനി വർദ്ധിക്കാൻ പോവുക. ഇപ്പം കുറേ അസ്ഥി പൊരിച്ചെടുക്കുന്നുണ്ട്, പലയെടുക്കുന്നു. മനസ്സിലായോ? എങ്ങനെ 1,20,000 ഇത്രയും അമ്പലങ്ങളും പള്ളികളും പ്രാർത്ഥനകളുമുള്ള ഈ ഭൂമണ്ഡലത്തിൽ ഇത്രയും അറിവുള്ള മനുഷ്യർ കൊല്ലാൻ വേണ്ടിയിട്ടാണോ? സിംഹം കൊല്ലുന്നത് തിന്നാനാ, അല്ലാതെ വെറുതെ ഒരു സിംഹവും ഒരു പുലിയും ഒരു കടുവയും കൊല്ലാറില്ല. എൻ്റെ വീട്ടിൽ നിന്ന് 37 കിലോമീറ്റർ അപ്പുറത്ത് പോയാൽ മാനന്തവാടിക്കിപ്പുറത്തെ തലപ്പുഴയിൽ കഴിഞ്ഞ വർഷം കാപ്പിക്കുരു പറിക്കാൻ പോകുന്ന രാധയെന്ന് പറയുന്ന ഒരു സ്ത്രീയെ ഒരു കടുവ കൊന്ന് തിന്നുകളഞ്ഞു. ഈ കടുവയ്ക്ക് വെണ്ടക്കയും സാമ്പാറും പുളിശ്ശേരിയും കഴിക്കാൻ പറ്റില്ല, അതിന് ഗോതമ്പും അരിയും കഴിക്കാൻ പറ്റില്ല, അതിന് മാംസമേ കഴിക്കാൻ പറ്റൂ. അത് കാട്ടിലെ മുയലും കാട്ടിലെ മാനിയെ പിടിക്കാൻ പാടുള്ളൂ, നാട്ടിലിറങ്ങാൻ പാടില്ലെന്ന് അതിന് വിവരമില്ലല്ലോ. അതിന് കാടും നാടിനും തമ്മിലുള്ള വേർതിരിവിൻ്റെ അതിർത്തി അറിയില്ലല്ലോ. അത് നാട്ടിലെ പശുവിനെയും നാട്ടിലെ ആടിനെയും പിടിക്കാൻ ഇറങ്ങുമ്പോൾ ഒരു സ്ത്രീയെ കണ്ടു. അവരെ കണ്ടപ്പോൾ ഇത് റേഷൻ കാർഡ് പേരുള്ളവരാണ്, ഇത് വോട്ട് ചെയ്യുന്നവരാണ്, അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നവരാണ്, ഇവരെ ഒഴിവാക്കാമെന്നുള്ള വകതിരിവ് അതിനില്ലല്ലോ. മാംസമുള്ള ഏതിനെയും വിശക്കുമ്പോൾ അത് കൊന്നു തിന്നു. അതിൻ്റെ പേരിൽ വലിയ കലാപമുണ്ടായി അല്ലേ? കേരളത്തിൽ 68 പേരെയാണ് വന്യമൃഗങ്ങൾ ഫോറസ്റ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് നഷ്ടപരിഹാരം കൊടുത്ത മരണം. കഴിഞ്ഞ കൊല്ലം 68 പേർ മരണപ്പെട്ടു. ഞാൻ ഞെട്ടിപ്പോയി. നോക്കുമ്പോൾ അതിൻ്റെ ആനയും കടുവയും എത്രയാ കൊന്നതെന്നുള്ള കണക്കെടുത്തപ്പോൾ അതിൽ 48 പേരും മരിച്ചത് പാമ്പ് കടിയേറ്റും ഈച്ച കുത്തിയിട്ടുമാണ്, തേനീച്ചയും കടന്നൽ കുത്തിയിട്ടുമാണ്. അത് നഷ്ടപരിഹാരം കൊടുക്കേണ്ട കേസ് പെടും. മനസ്സിലായോ? അതുകൊണ്ടാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ 68 വന്ന് 20 ആളെ ആര് കൊന്നിട്ടുള്ളൂ? മനുഷ്യൻ. ഈ കടുവയും പുലിയും കാട്ടുപോത്തും കരടിയും എല്ലാം കൂടി 20 ആളെ കൊന്നിട്ടുള്ളൂ. എന്നാൽ 311 മനുഷ്യരെ ഈ കേരളത്തിൽ മനുഷ്യർ കൊന്നു. എന്തേ? 6 ശരി, 1 ഞാൻ മാത്രം ശരി, 2 എൻ്റെ ദൈവം മാത്രം ശരി, 3 എൻ്റെ ജാതി മാത്രം ശരി, 4 എൻ്റെ മതം മാത്രം ശരി, 5 എൻ്റെ പാർട്ടി മാത്രം ശരി, 6 എൻ്റെ രാജ്യം മാത്രം ശരി. ഈ 6 ശരി കൊണ്ടാണ് ഈ 1,20,000 കൊലപാതകങ്ങളും ഈ ഭൂമിയിൽ നടന്നതെന്ന് നിങ്ങൾ അറിയുക. എങ്ങനെയാ? എല്ലാറ്റിനും കുറ്റം പറയുന്നു, ഞാൻ മാത്രം ശരി, നിങ്ങളൊന്നും ശരിയല്ല എന്ന്. നോ, അതല്ല. യഥാർത്ഥ ശരി ഉണ്ടാവുന്നത് ചർച്ചകളിലൂടെയാണ്. എൻ്റെ സ്വരവും നിങ്ങളുടെ സ്വരവും. ഓർമ്മയുണ്ടോ? പഴയ ദൂരദർശനിൽ വരുന്നൊരു പാട്ട്, മിലേ സുരമേരാ തുമാരാ അല്ലേ എന്ന പാട്ട്. ലതാ മങ്കേഷ്കറും പണ്ഡിറ്റ് രവിശങ്കറും എല്ലാം കൂടി പാടിയ. അതിലെല്ലാ ഭാഷയിലും ഒരു വരി ഉണ്ടാവും. അതിലെ മലയാള ഭാഷയിലുള്ള വരി, എൻ്റെ സ്വരവും നിങ്ങളുടെ സ്വരവും ഒത്തുചേർന്നു നമ്മുടെ സ്വരമായി. ആ നമ്മുടെ സ്വരം, നമ്മുടെ ശരിയെ കണ്ടെത്തണം. അപ്പോ പുത്രൻ അച്ഛൻ്റെ കാര്യം അറിഞ്ഞു ചെയ്യുന്നവനാണ്. ഒന്നും ചെയ്യാതിരിക്കുന്നവൻ, കർമ്മവും ചിന്തയും ചേരുമ്പോഴേ നമ്മൾ യഥാർത്ഥ. അതാണ് സഹന. ഒരുമിച്ച് പഠിക്കുന്നു, ഒരുമിച്ച് ഭുജിക്കുന്നു. അറിവ് ഭുജിക്കണം. രാമായണം നിങ്ങൾ വായിച്ചിട്ട് കമിഴ്ത്തി വെച്ച പാത്രത്തിൽ ഒഴിച്ച പോലെ ആയിരിക്കില്ല, അത് ഭുജിക്കണം. ഭുജിക്കുന്നതിന് ഒരു ഉദാഹരണം ഞാൻ പറയാം. നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന ഒരു ഉത്തരത്തിൻ്റെ ചോദ്യം ഞാൻ ചോദിക്കാം. നിങ്ങളെല്ലാവരും ഉത്തരം പറയണം. ഉത്തരം അറിയാത്ത ഒരാൾ പോലും ഈ സദസ്സിലില്ലെന്ന് ഉറപ്പാണ്. പറയൂലേ? അറിയാം. ഞാൻ ചോദിക്കുകയാണ്, തേനുണ്ടാക്കുന്നത് ആരാണ്? തേനീച്ച. എല്ലാവരും ഉത്തരം പറഞ്ഞു, പക്ഷെ ഉത്തരം തെറ്റാണ്. തേനീച്ച ഇതുവരെ ഒരു തുള്ളി തേനുണ്ടാക്കിയിട്ടില്ല. തേനുണ്ടാക്കുന്ന ആരാ? പൂക്കളാണ്. ഇപ്പോഴാ പ്ലസ് ആയത്. തേനുണ്ടാക്കുന്ന ആരാന്ന് ചോദിച്ചപ്പോൾ ആദ്യം നിങ്ങൾ പറഞ്ഞ ഉത്തരം എക്സ് ആക്സിസാ, നിങ്ങൾ നിലവിലുള്ള അവസ്ഥ, സ്റ്റാറ്റസ് ക്വാ. രണ്ടാമത് ചോദിച്ചപ്പോൾ ചിന്തിച്ചു, വൈ ആക്സിസ് ഉണ്ടായി. വായനയും ചിന്തയും ചേരുമ്പോഴാ പ്ലസ് ഉണ്ടായോ? മനസ്സിലായോ? രണ്ടാമത് ചോദിച്ചപ്പോൾ ഈ പൂക്കളിലെ തേനെല്ലാം മണ്ണിലടിഞ്ഞിട്ടും എന്തേ മണ്ണിന് മധുരമില്ല? കോടാനുകോടി വർഷമായില്ലേ പൂക്കൾ മണ്ണിൽ വീഴുന്നു. എന്താ മണ്ണിന് മധുരമില്ലാത്തത്? ഈ തേന് ഏതൊരു ഭക്ഷണ സാധനം പോലെ 24 മണിക്കൂർ കൊണ്ട് കെട്ടുപോകും. ഒരു ദിവസമേ നിൽക്കൂ തേന്. അതുകൊണ്ടാണ് മണ്ണിന് മധുരമില്ലാത്തത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു സംശയം വന്നില്ലേ?
എൻ്റെ വീട്ടിലെ തേന് വാങ്ങിക്കൊണ്ട് വെച്ചിട്ട് കുറേ കാലമായല്ലോ, എന്നിട്ട് കെട്ടുപോയിട്ടില്ലല്ലോ. തേനീച്ച പൂവിൽ നിന്ന് തേനെടുത്തത് അപ്പടി തേൻവലിയിൽ കൊണ്ടുപോയി വെച്ചിരുന്നുവെങ്കിൽ ഒറ്റ ദിവസമേ തേന് നിൽക്കൂ. പക്ഷെ തേനീച്ച അപ്പടി കൊണ്ടുപോയി വെക്കുകയല്ല, അത് തൻ്റെ എൻസൈമുകൾ ചേർത്ത് കുടിച്ച് ദഹിപ്പിച്ച തേനാണ് തേൻവലിയെ കൊണ്ടുപോയി വെക്കുന്നത്. അപ്പോൾ അത് ഔഷധ ഗുണമുള്ള ഏറെക്കാലം നിൽക്കുന്ന തേനാവുന്നു. മനസ്സിലായോ? നിങ്ങൾ ഭുജിക്കണം. നമ്മുടെ കുട്ടികളാണ് തേനീച്ചകൾ, പുസ്തകങ്ങൾ പൂക്കളാണ്, അറിവ് തേനാണ്. അതെടുത്ത് നേരെ ഇവിടെ കൊണ്ടുപോയി വെച്ചാൽ കെട്ടുപോകും. അത് അവർ ഭുജിക്കണം. സ്വന്തം വികാരങ്ങളും അനുഭവങ്ങളും ചരിത്രബോധവും സാമൂഹ്യബോധവും കൊണ്ട് സ്വന്തം അറിവാക്കി, ചിന്തകൾ ചാലിച്ച് സ്വന്തം അറിവാക്കും. അതാ സഹനൗ ഭുനക്തു. പിടികിട്ടിയോ? അത് വീര്യത്തിലേക്ക് മാറണം. സഹവീര്യം കരവാവഹി, പ്രവൃത്തിപഥത്തിലെത്തിക്കണം. അപ്പോഴാണ് നമ്മുടെ മനസ്സിൽ തേജസ്വിനാവധീതമസ്തു, ഒരു പ്രകാശമായി മാറുന്നത് നമ്മുടെ മനസ്സ്. ആ പ്രകാശം ഇല്ലാത്തത് കൊണ്ടാണ് സ്കൂളിൽ പഠിച്ച് നല്ല അറിവ് നേടിയ കുട്ടികളും കത്തിയെടുത്ത് കുത്തുന്നതും, പേന കത്തി കൊണ്ട് വിദ്യാരംഭം കുറിച്ചവനെ നിന്നെ പടച്ചവന് 10ൽ 10 മാർക്ക് ഇല്ലുമിനാട്ടി എന്ന് പറഞ്ഞ് പാടുന്നതും. മനസ്സിലായോ? കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത് ഇല്ലുമിനാട്ടി കുട്ടികൾ പാടുന്നത് ഈ പ്രകാശം ഉള്ളിൽ കയറിയിട്ടില്ല. വിദ്വേഷമാണ്. അപ്പോ ആ വിദ്വേഷരഹിതമായി നമ്മൾ സമൂഹത്തെ കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ കുടുംബജീവിതത്തിലുള്ള ചില ഘടകങ്ങൾ കൂട്ടിച്ചേരുന്നുണ്ട്. അതിലാണ് ഞാൻ ഈ കഥയിലേക്ക് വീണ്ടും തിരിച്ചു വരിക. അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം. മനസ്സിലായോ? അച്ഛനും അകർമ്മണ്യതയല്ല, ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യുന്ന പുത്രനെ വളർത്തിയെടുക്കൂ. അച്ഛനും മകനും തമ്മിൽ ഇനി ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. രണ്ടാമത്തത് അമ്മയും മകനും തമ്മിലുള്ള ബന്ധം. രാമനും കൗസല്യയും തമ്മിലുള്ള ബന്ധമൊന്നുമല്ല ഞാനിവിടെ പറയാൻ പോകുന്നത് ലക്ഷ്മണനും സുമിത്രയും തമ്മിലുള്ള ബന്ധമാണ്. കാട്ടിലേക്ക് രാമന്റെ കൂടെ ലക്ഷ്മണനും പോവുകയാണ്. രാമൻ താതനിയോഗത്താൽ പോകുന്നവനാണ്. സീതയാണെങ്കിൽ ഭർത്താവുള്ളിടത്തേ താൻ നിൽക്കൂ എന്ന് പറഞ്ഞിട്ട് സീത ഭർത്താവിൻ്റെ കൂടെ പോവുകയാണ്. എന്നാൽ ലക്ഷ്മണൻ പോകാൻ ആരും പറഞ്ഞില്ല. ലക്ഷ്മണന് പോകേണ്ട ആവശ്യമേ ഇല്ല. പിന്നെ എന്തിനാ ലക്ഷ്മണൻ പോകുന്നത്? അവിടെയാണ് ലോകത്തിലെ ആദ്യത്തെ വളണ്ടിയർ. ആരാണ്? ലക്ഷ്മണനാണ്. സെൽഫ് സർവീസാണ്, സ്വയം സന്നദ്ധ സേവകനാണ് വളണ്ടിയർ. ആരും പറയാതെ വരണ്ടെന്ന് രാമൻ തടഞ്ഞിട്ടും കൂടെ പോകാൻ തയ്യാറാവുന്ന ലക്ഷ്മണൻ കാട്ടിലേക്ക് പോകുമ്പോൾ, ഇന്നാണെങ്കിൽ ജ്യേഷ്ഠൻ പോകുമ്പോൾ കൂടെ അനുജൻ പോവാ. ജ്യേഷ്ഠൻ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ആസ്പത്രിയിൽ പോവാ, അമ്മേ ഞാനും പോകുന്നുണ്ട്. അപ്പോൾ ജ്യേഷ്ഠൻ്റെ അമ്മ വേറിയ, അനുജൻ്റെ അമ്മ വേറിയ, അച്ഛൻ ഒന്നാ. ആ രണ്ടാമത്തെ മോൻ്റെ അമ്മ എന്തായിരിക്കും പറയാ? നീ എന്തിനാ വേണ്ടാണ്ട് പോയിട്ട് അവിടെ നിന്ന് കൊതുകടി കൊള്ളുന്നു? എന്താ പറയാനില്ലേ? നീ മെനക്കടണ്ടായിന്, കാട്ടിൽ പുലിയും നരിയല്ലുള്ള, നീ പോണ്ട, നിന്നോട് പോകാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്നല്ലല്ലോ സുമിത്ര പറഞ്ഞത്. സുമിത്ര പറഞ്ഞത്, മോനെ നീ കാട്ടിൽ പോയാൽ രാമം ദശരഥം വിദ്ധിം മാം വിദ്ധിം ജനകാത്മജം അയോധ്യാമടവിം വിദ്ധിം ഗച്ഛതാദ യഥാസുഖം. കാട്ടിലെത്തിയാൽ രാമനെ ദശരഥന് തുല്യനായി കാണണം, അച്ഛന് തുല്യനായി കാണണം. മാം വിദ്ധിം ജനകാത്മജം, അമ്മയായിട്ട് സീതാദേവിയെ കാണണം, ജ്യേഷ്ഠത്തിയെ കാണണം. അയോധ്യാമടവിം വിദ്ധിം, കാടിനെ അയോധ്യയായി കാണണം. ഗച്ഛതാദയഥാ സുഖം, മകനെ സുഖമായി പോയി വരൂ. എന്നാൽ പിന്നെ കൊട്ടാരത്തിൽ ജീവിക്കും പോലെ നിനക്ക് അവിടെ ജീവിക്കാം. സീതാദേവിയെ ജ്യേഷ്ഠത്തിക്ക് തുല്യമായി, അമ്മയ്ക്ക് തുല്യമായി കണ്ടോ ലക്ഷ്മണൻ? തെളിവുണ്ട് കണ്ടോ എന്നതിന്, അല്ലേ? കാട്ടിൽ സീതയെ മോഷ്ടിച്ച് രാവണൻ കൊണ്ടുപോകുമ്പോൾ സീതാദേവിയുടെ കയ്യിൽ കുറച്ച് ആഭരണങ്ങൾ ഉണ്ടായിരുന്നു. കൊട്ടാരത്തു നിന്ന് കൊണ്ടുപോയതല്ല കേട്ടോ. അത്രി മഹർഷിയുടെ ഭാര്യ അനസൂയാദേവിക്ക് 10,000 വർഷം തപസ്സനുഷ്ഠിച്ചിട്ട് ലഭിച്ചിരിക്കുന്ന അംഗരാഗങ്ങൾ, മാലയാടകൾ, പണ്ടങ്ങൾ ഉണ്ടായിരുന്നു അവരുടെ കയ്യിൽ. അവർ ആ ആശ്രമത്തിലെത്തിയ രാമലക്ഷ്മണന്മാരെയും സീതയെയും കണ്ടപ്പോൾ ഈ സീതയെ അകത്ത് കൂട്ടിക്കൊണ്ടുപോയിട്ട് അവളുടെയോട് ഈ ആഭരണങ്ങളെല്ലാം അണിയിച്ചു കൊടുക്കുകയാണ് അത്രി മഹർഷി, അനസൂയാദേവി. അവിടുന്ന് അനസൂയാദേവി സീതയോട് പറയാ, കേട്ടു ഞാൻ വൻ പുഴക്കൊണ്ടൊരു
മിഥിലാപുരി തിന്നിൽ വില്ലൊടിച്ച് നിന്നെ വേട്ട രാമന്റെ കഥ ഞാൻ കേട്ടു മോളെ. ആ കഥകളെല്ലാം നീ അനുഭവപ്പെട്ട മാതിരി ഒന്ന് എന്നോട് പറഞ്ഞു തരൂ എന്ന്. ഏത് വലിയ താപസ സ്ത്രീയാവട്ടെ, തൻ്റെ മകളുടെ വിവാഹപ്പന്തലിൽ മകളെ ഇറക്കുമ്പോൾ കിട്ടുന്ന ഒരു അനുഭൂതി ഒരു പ്രാർത്ഥനയിലും ഒരു തപസ്സിലും ലഭിക്കില്ല എന്നാണ് രാമായണം നമ്മളോട് പറയുന്നത്. അതിലാണ് അനുഭൂതി കൊള്ളുന്നത് അനസൂയാദേവി. കാരണം പ്രകൃതിയുടെ നിയമം സ്ത്രീ പുരുഷന്മാരെ ചേർത്ത് പുതിയ സന്തതികളെ സൃഷ്ടിക്കാനാണ്. അതിനു വേണ്ടിയിട്ടാണ് മാനിന് കസ്തൂരി മണം കൊടുക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് പുഴുവിനെ പൂമ്പാറ്റയായി ഉടുപ്പിക്കുന്നത്. ഇരുമീനിണക്കായിട്ടൊരു സാഗരം തന്നെ തീർക്കുന്നത് ആ ദാമ്പത്യ ബന്ധത്തിൻ്റെ മൂല്യത്തിനാണ്. അത് നിങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇപ്പൊ പെൺകുട്ടികൾ പറയാം, കല്യാണമേ വേണ്ട, വിവാഹബന്ധം വേണ്ട, അഥവാ ഉണ്ടെങ്കിൽ തന്നെ ശരീരത്തിൻ്റെ സെക്ഷുവലായ വികാരം പ്രകടിപ്പിക്കാൻ വീടുന്നെങ്കിൽ ഒരു വാടക വീട്ടിൽ കുറച്ചു കാലം ഒത്തുചേരുക, അല്ലേ? എന്താ അത്, അല്ലേ? ബെസ്റ്റീനെയും കൂട്ടിയിട്ട് എവിടെയെങ്കിലും അവിടെ താമസിക്കുക, കുറച്ചു കാലം ഇണചേർന്ന് രമിച്ച് മടുത്താൽ രണ്ടും രണ്ട് വൈക്ക് പോവുക. അതിലുണ്ടാക്കുന്ന കുട്ടികളെ ഓൻ്റെ അച്ഛൻ നോക്കുമോ? ആലോചിച്ചോക്കട്ടെ. എനിക്കത് കേൾക്കുമ്പോൾ വിവാഹബന്ധത്തിൻ്റെ മൂല്യത്തെക്കുറിച്ച് സീതാദേവി കുമാരനാശാന്റെ വരികളിലൂടെ പറയുന്നുണ്ട്. പരിപാവനമാം വിവാഹമേ ശ്രുതി മന്ദാര മനോജ്ഞ പുഷ്പമായ നിന്റെ ചിരിയിൽ കുളിരേകി നിന്ന നിൻ ഗതി കാൺക എത്ര അധപ്പതിച്ചു നീ. കുമാരനാശാന്റെ വരിയിൽ പരിപാവനമാകുന്ന വിവാഹമേ, നീ ശ്രുതി മന്ദാര മനോജ്ഞ പുഷ്പമാണ്. ശ്രുതികളിലെ വേദങ്ങളിലെ മന്ദാര പുഷ്പമാണ് നീ വിവാഹം. പക്ഷിമൃഗാദികൾക്ക് ഇണചേരുക എന്നത് ഒരു വൈകാരിക ധാർമ്മിക പ്രക്രിയയല്ല. അതിന് കേവലം ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കുക മാത്രമാണ്. എന്നാൽ മനുഷ്യന് സ്ത്രീ പുരുഷ ബന്ധമെന്ന് പറയുന്നത് ഒരു മനോഹരമായ പ്രഹേളികയാണ്. അതിൻ്റെ മൂല്യം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം കേട്ടോ. അനസൂയാദേവി സീതയെ ആഭരണങ്ങൾ അണിയിച്ചിട്ട് മുന്നേക്ക് രാമൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നൊരു ചടങ്ങുണ്ട്. വൈലോപ്പള്ളി ശ്രീധരമേനോൻ ആ ഭാഗത്തെ ഉജ്ജ്വല മുഹൂർത്തമെന്ന് വിശേഷിപ്പിച്ചിട്ടൊരു കവിത തന്നെ എഴുതിയിട്ടുണ്ട്. അശ്രുവാൽ കടൽ തീർത്തോരാദിമ കവി പാടി അത്രിയാം മഹർഷിതൻ ആശ്രമവാടം പൂകി രാമലക്ഷ്മണന്മാരും സീതയും തപോധന പ്രേമസൗരഭം ചോരും സൽക്കാരം ഭുജിക്കവേ എന്ന് പറഞ്ഞിട്ടൊരു കാവ്യമുണ്ട്. നിങ്ങളിത് ആ കവിത ഒന്ന് വായിക്കണം. അങ്ങനെ ലഭിച്ച സീതയുടെ ആഭരണങ്ങൾ രാവണൻ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ സീത തൻ്റെ ഉത്തരീയത്തിൽ ചുരുട്ടിയിട്ട് ഒരു അടയാളം, എങ്ങോട്ടാ ഞാൻ പോയെന്നുള്ളൊരു അടയാളം കാണിച്ചു കൊടുക്കണ്ടേ രാമൻ ലക്ഷ്മണന്മാർക്ക്. അപ്പോൾ ഒരു കുന്നിൻ്റെ മേലെ 2-3 കുരങ്ങന്മാർ നിന്നു, അവരുടെ ഇടയിൽ ഇട്ടുകൊടുത്തു. സീതാന്വേഷണത്തിനായി രാമലക്ഷ്മണന്മാർ കാട്ടിലൂടെ നടക്കുമ്പോൾ ഋഷ്യമുഖാചലം എന്ന പർവ്വതത്തിൻ്റെ താഴ്വരയിലൂടെ പോകുമ്പോഴാണ് ഹനുമാൻ പോയിട്ട് രാമനെയും ലക്ഷ്മണനെയും കൂട്ടിയിട്ട് ഈ പർവ്വതത്തിൻ്റെ മേലെ കൊണ്ടുവന്നത്. ബാലിയുടെ ഭീഷണി ഭയന്നിട്ട് ബാലിക്ക് കയറാൻ പറ്റാത്ത ബാലികേറാ മലയാണ് ഈ ഋഷ്യമുഖാചലം. അവിടെയാണ് ഹനുമാനും സുഗ്രീവനും ജാമ്പവാനും ഒക്കെ ഉള്ളത്. അവരെ അടുത്ത് പോയിട്ട് ഇങ്ങനെ സീതയെ അന്വേഷിച്ച് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു, ഇങ്ങനെ കാട്ടിലൂടെ ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ട് ഒരു ആഭരണം കിഴി ഇവിടെ ഇട്ടിട്ടുണ്ട്, ഇത് നിങ്ങൾ നോക്കൂ, ഇത് നിങ്ങളുടെ ഭാര്യയുടേതാണെങ്കിൽ അവരെ ഇങ്ങോട്ട് തെക്കോട്ടാ കൊണ്ടുപോയതെന്ന് മനസ്സിലാക്കാം. ആ ആഭരണക്കിഴി നോക്കി സീതയുടെ ആഭരണങ്ങൾ കണ്ടപ്പോൾ രാമൻ പൊട്ടി കരയാ, സീതേ സീതേ. ആഭരണങ്ങളോട് പറഞ്ഞു, നിങ്ങളും എൻ്റെ ഭാര്യയെ ഉപേക്ഷിച്ച് കളഞ്ഞല്ലോ. രാമനത് കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ലക്ഷ്മണ നോക്കൂ, നിന്റെ ജ്യേഷ്ഠത്തിയുടെ കമ്മലല്ലേ ഇത്, നോക്കിയട്ടെ. ലക്ഷ്മണൻ പറഞ്ഞു, അയ്യോ ജ്യേഷ്ഠ, എനിക്കറിയില്ല. അപ്പം പ്രശ്നമായി. മാലകളോ അറിയില്ല, വളകൾ അറിയില്ല, അരഞ്ഞാണം അറിയില്ല. അവസാനം പാദസരം കാണിച്ചപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു, ഇത് ജ്യേഷ്ഠത്തിയുടെ തന്നെ. മാതൃപാദങ്ങൾ പൂജ നടത്താൻ രാവിലെ പുഷ്പങ്ങൾ അർപ്പിച്ച് ഞാൻ നമസ്കരിക്കുമ്പോൾ ഈ പാദസരം ഞാൻ കാണാറുണ്ട്. അത്ര പോലും ജ്യേഷ്ഠപത്നിയുടെ ശരീരത്തിലെ ആഭരണങ്ങൾ പോലും നോക്കിയില്ല. വിവാഹം കഴിഞ്ഞ് ഭർതൃഗൃഹത്തിലേക്ക് വരുന്ന ജ്യേഷ്ഠൻ്റെ ഭാര്യയുടെ കയ്യിലെ വളകൾ എത്രയുണ്ടെന്ന് എണ്ണുന്ന അനുജനല്ല ആര്? ലക്ഷ്മണൻ. ജ്യേഷ്ഠനും ജ്യേഷ്ഠപത്നിയും അനുജനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ മൂല്യം മനസ്സിലാക്കുക. ഇനിയും വേണോ മൂല്യം?
ഇനി അനുജന്റെ ഭാര്യയും ജ്യേഷ്ഠനും തമ്മിലുള്ള ബന്ധത്തിന്റെ മൂല്യം വേണോ? വേണോ? നിങ്ങൾ നോക്കൂ, രാവണനെ വധിച്ചതിന് ശേഷം തിരിച്ചു വന്നു. തിരിച്ചെത്തി കൊട്ടാരത്തിൽ എല്ലാവരും യാത്രാക്ഷീണത്തിൽ വിശ്രമിക്കുകയാണ്. അർദ്ധരാത്രിയിൽ ആരും കാണാതെ രാമൻ അന്തഃപുരത്തിലേക്ക് പോകുന്നു. തൻ്റെ ഭാര്യ സീതാദേവിയുടെ അന്തഃപുരത്തിലേക്കല്ല, ലക്ഷ്മണന്റെ ഭാര്യ ഊർമിള ഉറങ്ങുന്ന അന്തഃപുരത്തിലേക്ക്. ആ അന്തഃപുരത്തിൽ ഉറങ്ങുന്ന ഊർമിളയുടെ അടുത്തെത്തുന്നു. അവളുടെ പാദങ്ങൾ സ്പർശിച്ച് കരയുന്ന രാമനെ നിങ്ങൾ കണ്ടോ? ഊർമിള അത്ഭുതപ്പെടുന്നു. എന്താ ജ്യേഷ്ഠ? അപ്പോൾ പറയാ, പ്രിയപ്പെട്ട അനുജത്തി, എൻ്റെ കൂടെ എൻ്റെ ഭാര്യ കാട്ടിലുണ്ട് അല്ലേ? എൻ്റെ ഭാര്യ കാട്ടിൽ എൻ്റെ കൂടെയുണ്ട്. 14 സംവത്സരം തൻ്റെ ഭർത്താവ് തൻ്റെ കൂടെ ഇല്ലെന്ന് മാത്രമല്ല, നമ്മൾ ഗൾഫിലും വിദേശത്തൊക്കെ നമ്മുടെ ഭർത്താവ് പോയാൽ ആടി എത്തി പിറ്റേന്ന് വീഡിയോ കോൾ ചെയ്തിട്ടില്ല ഈടെയുള്ള ഭാര്യേൻ്റെ ചൊറിയെന്താ? എപ്പോഴും കത്തയക്കണ്ടേ? പണ്ട് കത്തില്ല, ഇപ്പം കത്തില്ല, ഇപ്പം വാട്സപ്പ് മെസ്സേജാ. പണ്ട് ദുബായ് കത്ത് എന്ന് പറഞ്ഞ ഒരു സാഹിത്യശാഖ തന്നെ ഉണ്ടായിരുന്നു അല്ലേ? പൊന്നു സഖി എന്തിനാ പിണക്കമെന്നോടെന്തിനാ, അല്ല പൊന്നെ കൽബ് വേദന, എന്നെ കെട്ടി വീട്ടിലാക്കി നാട് വിട്ടതെന്തിനാ, മിണ്ടൂല ഞാൻ മിണ്ടൂല ഞാൻ മിണ്ടൂല ഞാൻ മാരനെ. അന്ന് വലിയ പ്രശസ്തമായ പാട്ടായിരുന്നില്ലേ അത്? എന്നാൽ 14 വർഷം തൻ്റെ ഭർത്താവ് ഉണ്ടോ? ഉറങ്ങിയോ? കാട്ടില് മൃഗങ്ങളുടെ ഭക്ഷണമായി പോയോ? രാക്ഷസന്മാർ പിടിച്ചു വിഴുങ്ങിയോ? സർപ്പദംശനമേറ്റ് മരിച്ചുപോയോ? കാട്ടുതീയിൽപ്പെട്ട് വെന്തുപോയോ? ഒരു വിവരവുമില്ലാതെ 14 സംവത്സരം തൻ്റെ ഭർത്താവിനെയും ധ്യാനിച്ച് ഭർത്തൃമാതാക്കന്മാരെ ശുശ്രൂഷിച്ച് കൊട്ടാരത്തിൽ കഴിഞ്ഞ ഊർമിളയില്ലേ, ആ പൊന്നനുജത്തി, നിന്റെ ആ മഹാത്യാഗമാണ് മോളെ ഈ രാമന്റെ വിജയമെന്ന് പറഞ്ഞ് കരയുന്ന രാമനെ നിങ്ങൾ കണ്ടോ? അവിടെയാണ് അനുജന്റെ ഭാര്യയുമായിട്ടുള്ള ബന്ധം. അനുജന്റെ ഭാര്യയോട് കണ്ണ് മാറി നോക്കിയെന്ന കുറ്റത്തിനാ ബാലിയെ കൊന്നത് അല്ലേ? രാമൻ ബാലിയെ കൊന്നത് സഹോദര പത്നിയോട് കാണിക്കുന്ന ബഹുമാനവും സ്നേഹവും എന്താ? അതിൻ്റെ ധാർമ്മികത എന്താണ്? ആ ധാർമ്മികതയാണ് മണ്ഡോദരിയും രാവണനും തമ്മിലുള്ള ബന്ധം. ആ മണ്ഡോദരിയോട് രാവണൻ പറയുന്നുണ്ട്, രാവണൻ സ്ത്രീജിതനല്ല ശ്രീജിതനാണ് എന്ന് പറഞ്ഞ മണ്ഡോദരിയോട് രാവണൻ പറയാ, ലോകത്തിലെ എല്ലാം നല്ലതും ദേവന്മാർക്ക് മാത്രം പോരാ, ഞങ്ങളും ഈ ഭൂമിയിൽ ജനിച്ചവരാ. അസുരന്മാരെന്ന് പറഞ്ഞ് ഞങ്ങളെ തള്ളണ്ട. എൻ്റെ അച്ഛനും ബ്രാഹ്മണനല്ലേ? എൻ്റെ അച്ഛനും വിശ്രവസ്സു മുനിയുടെ മകനല്ലേ ഞാൻ? അവിടെ രാക്ഷസന്മാർക്കും അവകാശമുണ്ട്, ഞങ്ങൾക്ക് അസുരന്മാരും ഈ ഭൂമിയിലുള്ളവരാ, ഞങ്ങൾക്കും നല്ലതെല്ലാം വേണം. അപ്പൊ ലോകത്തെ ഏറ്റവും സുന്ദരി സീതയെ എനിക്ക് വേണം. അത് സീതയുടെ സ്ത്രീ ആയതുകൊണ്ടല്ല, ശ്രീ ഉള്ളത് കൊണ്ടാണ്. അവൾ മഹാലക്ഷ്മിയാണ്. അതുകൊണ്ടാണ് ഞാൻ സീതയെ കൊണ്ടുവന്നത്. എന്നിട്ട് മണ്ഡോദരിയോട് രാവണൻ പറയാം, രാമന്റെ അമ്പ് കൊണ്ട് മരിക്കുമ്പോഴാണ് മോക്ഷമെങ്കിൽ ആ മോക്ഷത്തെ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. രാവണനും മണ്ഡോദരിയും തമ്മിലുള്ള ചർച്ചകൾ നിങ്ങൾ കാണണം. ഈ ചർച്ചകളൊക്കെ ഉണ്ടെങ്കിലും നികുംഭിലയിൽ രാവണൻ ഹോമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഹോമകുണ്ടത്തിൽ നിന്ന് രാവണൻ ആ ഹോമപുരയിൽ നിന്ന് പുറത്തു വരാതെ രാവണനെ ഒന്നും ആർക്കും ചെയ്യാൻ പറ്റില്ല. രാവണൻ പുറത്തു വരാൻ വേണ്ടിയിട്ട് രാവണന്റെ ശരീരത്തിലെ തലകളിലെല്ലാം പോയി പിടിച്ചു പറിച്ചിട്ട് വാനരന്മാർ പലതും ചെയ്തിട്ടും ഒരു വിധത്തിലും രാവണൻ അനങ്ങുന്നില്ല. ഒരു മാറ്റമില്ല. അദ്ദേഹം ഈ ഹോമം തുടർന്നുകൊണ്ടിരിക്കുന്നു. അവസാനം കുരങ്ങന്മാർ ഒരു അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ആ വീക്ക് പോയിന്റിൽ കയറി പിടിച്ചു. മണ്ഡോദരി അപമാനിച്ചു, അവളുടെ വസ്ത്രങ്ങൾ അഴിച്ചു. മണ്ഡോദരിയുടെ വിലാപം കേട്ടപ്പോഴാണ് തൻ്റെ ഭാര്യയെ രക്ഷിക്കാൻ പറ്റിയിട്ടില്ല, തനിക്കെന്തിനീ രാജ്യം എന്ന് പറഞ്ഞിട്ട് ഭാര്യയുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഹോമകുണ്ടത്തിൽ നിന്ന് രാവണൻ പുറത്തു വരുന്നു. അങ്ങനെ ഹോമം വിഘ്നപ്പെടുന്നു. അങ്ങനെ കുരങ്ങന്മാർ പുറത്തേക്ക് പോകുന്നു. ആ ഹോമം വിജയിച്ചിരുന്നുവെങ്കിൽ എന്താ ചരിത്രം നിങ്ങൾ ആലോചിച്ച് നോക്ക്. ആ മണ്ഡോദരിയും രാവണനും തമ്മിലുള്ള ബന്ധം. ഇനി ജ്യേഷ്ഠനും കുംഭകർണനും രാവണനും തമ്മിലുള്ള ചർച്ചകൾ. കുംഭകർണൻ ജ്യേഷ്ഠന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായവനാണ്.
പക്ഷേ എങ്കിലും കുംഭകർണൻ പറയുന്നുണ്ട്, ന്യായം പറയുന്നുണ്ട്. ന്യായം പറഞ്ഞിട്ടും രാവണൻ ന്യായം പറയുന്ന അനുസരിച്ചുകൊള്ളുക എന്ന് പറഞ്ഞപ്പോൾ, ജ്യേഷ്ഠ നീ എൻ്റെ ദൈവമാണ്, നിനക്ക് വേണ്ടി എന്തും ഞാൻ ചെയ്യാൻ തയ്യാറെന്ന് പറഞ്ഞിട്ടാ കുംഭകർണൻ തൻ്റെ വലിയ ദണ്ഡുമെടുത്തിട്ട് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുന്നത്. അല്ലേ? യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുന്നത്. അവിടെ ജ്യേഷ്ഠന് വേണ്ടി മരിക്കാൻ തയ്യാറാവാതെ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? രാമൻ്റെ വിജയത്തിൻ്റെ മൂല്യം കെടുത്തിയ ഒരു സംഭവമാണ്. എന്താണെന്നറിയോ? രാമൻ്റെ വിജയത്തിൻ്റെ മൂല്യം കെടുത്തിയത്, അപ്പുറത്തുനിന്നൊരു ചങ്ങായി ഇപ്പുറത്ത് വന്നില്ലായിരുന്നെങ്കിൽ രാമൻ ജയിക്കില്ലായിരുന്നു. ആര്? വിഭീഷണൻ. അല്ലേ? വിഭീഷണൻ കാലുമാറി ഇപ്പുറത്ത് വന്നല്ലേ? ഇപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, രാഷ്ട്രീയത്തിലും രാജ്യത്തിലും പ്രശ്നം ഉണ്ടാകുന്നതാണ്. എങ്ങനെയാ? എതിരാളികളുടെ മിടുക്ക് കൊണ്ടല്ല പലരും ജയിക്കുന്നത്, ഇപ്പുറത്തുനിന്ന് ഒരുത്തൻ അപ്പുറം പോയിട്ടല്ലേ ജയിക്കുന്നത്. അതുകൊണ്ട് പരമാവധി കാലുമാറ്റമാണ്. ഈ രാമായണമുണ്ടായി മഹാഭാരതത്തിൽ, രാമക്ഷേത്രമുണ്ടായി മഹാഭാരതത്തിൽ, അപ്പുറത്തുനിന്ന് ഒരുത്തനെ കാലുമാറ്റിക്കൊണ്ടുവന്നിട്ട് ജയിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഈ രാഷ്ട്രീയ കക്ഷികളൊന്നും തന്നെ രാമായണത്തിൻ്റെ പിന്തുടർച്ചാവകാശികളല്ല. മനസ്സിലായോ? എൻ്റെ മിടുക്ക് കൊണ്ടല്ല ഞാൻ ജയിക്കുന്നത്, അപ്പുറത്തുനിന്ന് ഒരുത്തൻ ഇപ്പുറത്ത് ചാടിച്ചിട്ട് ജയിപ്പിക്കുവാനുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എലക്ഷൻ എടുക്കുമ്പോൾ ഓരോ ആളെ ചാക്കിടും, നീങ്ങ് പോരി എന്ന് പറഞ്ഞിട്ടല്ലേ. അതാണ് അതിൻ്റെ ധാർമ്മികത എന്തെന്ന് രാമായണത്തിൽ നമുക്ക് പഠിക്കണം. ഇത്തരത്തിലൂടെ പഠിച്ചിട്ട് കുടുംബത്തിൽ വളർത്തിയെടുക്കേണ്ട മനസ്സില്ലേ, ആ മനസ്സ് എങ്ങനെ രൂപപ്പെടും? അതിന് ട്യൂഷൻ സെൻ്റർ ഉണ്ടാ. ആ മനസ്സ് രൂപപ്പെടാൻ നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനം, ഇത്രയും പ്രാർത്ഥനകളും ഇത്രയും രാമായണ പാരായണവും അല്ലേ, ഇത്രയും ഭാഗവത സപ്താഹങ്ങളും ഇത്രയും വലിയ വലിയ ഉത്സവങ്ങളും ഒക്കെ വളരുന്നു, അമ്പലങ്ങളെല്ലാം ഗംഭീരമാവുന്നു. എന്നിട്ടും നമ്മുടെ സംസ്കാരം വളരാത്തതുണ്ട്. എവിടെ തിരിഞ്ഞു നോക്കിയാലും കുറ്റപ്പെടുത്തലാണ്, കലാപങ്ങളാണ്, വെറുപ്പാണ്. എന്തേ? അതിൻ്റെ കാരണം മനസ്സ് വളർന്നില്ല. മനസ്സു വളർന്നില്ല. ശരീരവും ബുദ്ധിയും വളരുന്നു, അതിനാനുപാതികമായി മനസ്സു വളർന്നില്ല. ആ മനസ്സു വളർത്താൻ ഒരു കഷായം പറഞ്ഞിട്ട്, ഞാൻ രാമായണവും ആയുർവേദവും എന്ന വിഷയത്തെപ്പറ്റി ഒരു സ്ഥലത്ത് പ്രഭാഷണം നടത്തിയിരുന്നു കേട്ടോ. ഇപ്പോൾ ആയുർവേദ ഡോക്ടർ ഉണ്ടായിരുന്നു ഇവിടെ. രാമായണവും ആയുർവേദവും എന്നൊരു വിഷയത്തെ പറ്റിയിട്ട്, ദശരഥൻ്റെ ശരീരം പണ്ട് തന്നെ എംബാം ചെയ്യുന്ന പരിപാടിയുണ്ട്. എണ്ണത്തോണിയിൽ ഇട്ടിട്ട് ഭരതം വരുന്നവരെ നശിച്ചു പോകാതെ സൂക്ഷിച്ചു വെച്ച എംബാം പ്രക്രിയ ഉണ്ടായിരുന്നല്ലോ. വിശല്യകരണി, സന്താനകരണി, മൃതസഞ്ജീവിനി എന്നീ ഔഷധക്കൂട്ടുകളെ തേടിയിട്ടാണല്ലോ ഹനുമാൻ പോയത് അല്ലേ. അപ്പോൾ അതാണ് ഞാനൊരു കഷായം പറഞ്ഞു തരാം. ഈ കഷായം നിങ്ങൾ കോട്ടക്കൽ നിന്നും കോയമ്പത്തൂർ രാജ്യ വൈദ്യ ഫാർമസിയിൽ നിന്നും വൈദ്യരത്നം വേറെ ഏതെങ്കിലും വൈദ്യശാല ഉണ്ട് ഇവിടെ. ഞാൻ കഴിഞ്ഞ ദിവസം 2-3 വൈദ്യശാല പറഞ്ഞിട്ട് പുറത്തിറങ്ങിയപ്പോൾ ഒരു വൈദ്യശാലേൻ്റെ ആൾ നമ്മളെ പേര് പറയാതെ എന്താ നിങ്ങൾ മറ്റേ കൂട്ടർ പേര് പറഞ്ഞ് കുറ്റപ്പെടുത്തിയെന്ന്. അതുകൊണ്ടാണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി കേട്ടോ. അതാ ആ കഷായം അവിടെ നിന്നൊന്നും വാങ്ങാൻ കിട്ടൂല. ഈ കഷായം നിങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കണം. ആ കഷായം ഉണ്ടാക്കാൻ 6 മരുന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ 6 മരുന്ന് നിങ്ങൾക്ക് രാമായണത്തിൽ നിന്ന് പറിച്ചെടുക്കാം, നിങ്ങളെ വീട്ടിൽ നിന്നും നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഈ 6 മരുന്നിൻ്റെ ഇംഗ്ലീഷ് പറഞ്ഞാൽ എളുപ്പം മനസ്സിലാവും. കഷായത്തിൻ്റെ പേര് മൃദുല കഷായം എന്നാണ്. മൃദുല കഷായം. മൃദുലത്തിൻ്റെ ഇംഗ്ലീഷ് പഠിച്ചാൽ മനസ്സിലാവും. മൃദുലത്തിൻ്റെ ഇംഗ്ലീഷ് സോഫ്റ്റൻ എന്നാണ്. ചപ്പാത്തി ഇഡ്ഡലിയെല്ലാം സോഫ്റ്റ് ആക്കുന്നില്ലേ, സോഫ്റ്റൻ, SOFTEN എന്ന സ്പെല്ലിങ് പഠിക്കുക. എന്നിട്ട് അതിൻ്റെ ഓരോ അക്ഷരത്തിനും ഓരോ വാക്ക് ഞാൻ പറഞ്ഞുതരാം. എസ് എന്ന് പറഞ്ഞാൽ സ്മൈൽ എന്നാണ്, പുഞ്ചിരിക്കുക. ഇപ്പം അടുത്ത കാലത്ത് രാമൻ്റെ പുഞ്ചിരിക്കുന്ന ശാന്താകാരം ഭുജഗശയനാണ് മഹാവിഷ്ണു. പക്ഷെ ഇപ്പം അടുത്ത കാലത്ത് രാമൻ്റെയും ഹനുമാന്റെയും ക്രൂരമുഖങ്ങൾ പ്രചരിപ്പിക്കുന്നത് ശരിയല്ലെന്ന് അതിൻ്റെ ആളുകളോട് അഭ്യർത്ഥിക്കുകയാണ്. മനുഷ്യൻ ദൈവത്തിൽ വിശ്വസിക്കുന്നത് ശാന്തിയിലേക്ക് നീളാനാണ്. മഹാഭാരതം എത്ര യുദ്ധപർവങ്ങൾ ഉണ്ടെങ്കിലും ശാന്തിപർവത്തിലാണ് അവസാനിക്കുന്നത്. എല്ലാ യുദ്ധങ്ങളും കൊണ്ടൊന്നും നേടാൻ പറ്റിയിട്ടില്ല. സ്വന്തം അനുജൻ ലക്ഷ്മണനെ പോലും കൈവിട്ട് സരയുവിലേക്ക് ഇറങ്ങിപ്പോയവനാണ് രാമൻ അല്ലേ. പാണ്ഡവന്മാരെല്ലാം ഉണ്ടായിട്ടും എല്ലാം ഉപേക്ഷിച്ച് മഹാപ്രസ്ഥാനത്തിന് പുറപ്പെട്ടവരാണ്. അതുകൊണ്ട് യുദ്ധമല്ല, ശാന്തിയാണ് പ്രധാനം ശാന്തിയാണ്. അതുകൊണ്ട് സ്മൈൽ, എസ് എന്ന് പറഞ്ഞാൽ സ്മൈൽ, പുഞ്ചിരിക്കൂ.
പുഞ്ചിരിക്കുന്ന മുഖം നിങ്ങൾ വീട്ടിൽ ഉണ്ടാവാറുണ്ടോ? രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നിങ്ങളുടെ മുഖം എങ്ങനെയാ? നാളെ പോയി നോക്കുമ്പോൾ ഞാൻ പറഞ്ഞ കൊണ്ട് നിങ്ങൾ പുഞ്ചിരിച്ചു എന്ന് വരും. പക്ഷെ CCTV ഉള്ള വീട്ടിൽ കഴിഞ്ഞ ഒരാഴ്ച കാലം നിങ്ങൾ എഴുന്നേറ്റ് വരുമ്പോൾ നിങ്ങളുടെ മുഖം എങ്ങനെയാന്ന് നോക്കൂ. പ്ലാവുമെന്ന് വീണ കൂഴച്ചക്ക പോലെ ചുളുക്കി മടങ്ങിയിട്ടല്ല എഴുന്നേറ്റ് വരും. മക്കളെ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട്, വീട്ടിൽ പുഞ്ചിരിക്കുന്നത് വളരെ കുറവാട്ടോ. വീട്ടിലെല്ലാവരും മസിൽ പിടുത്താ. പുഞ്ചിരിക്കുന്ന വീടുണ്ടാക്കും. പരസ്പരം നോക്കി പുഞ്ചിരിക്കാൻ അറിയുന്ന ഒരേ ഒരു ജന്തു ആരാ? മനുഷ്യനല്ലേ. എൻ്റെ നാട്ടിലൊരു സ്കൂളിൽ ഒരു പരിപാടി ഒക്ടോബർ 1 വെച്ചു. പരിപാടിയുടെ പേര് ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ സംഗമം. ഒരുപാട് അപ്പൂപ്പനും അമ്മൂമ്മയും വന്നു. പ്രിൻസിപ്പൾ അധ്യക്ഷ പ്രസംഗം നടത്തുമ്പോൾ മക്കളെ കുട്ടികളെ ഒരു ഭാഗത്തിരുത്തി ഇവരെ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഇവരെ സ്നേഹിക്കണം, സഹായിക്കണം, പരിഗണിക്കണം. അങ്ങനെ നമ്മൾ സ്ഥിരം കേട്ടൊരു ക്ലീഷേ പഴഞ്ചൊല്ല് പറഞ്ഞു പ്രിൻസിപ്പൾ. പഴുത്ത പ്ലാവില വീഴുമ്പോൾ പച്ചപ്ലാവില ചിരിക്കും. പക്ഷെ പച്ചപ്ലാവിലയും ഇതുപോലൊരു കാലം പഴുത്തു വീഴും, അതുകൊണ്ട് ചിരിക്കരുത് കേട്ടോ. അപ്പോൾ ഒരു കുട്ടി ഒരു സംശയം, മാഷെ ഒരു സംശയം, എന്താ പഴുത്ത പ്ലാവില വീഴുമ്പോൾ പച്ചപ്ലാവില ചിരിക്കാതിരുന്നാൽ പഴുക്കാണ്ട് നിൽക്കുമോ? എന്തായാലും പഴുക്കൂലേ, പിന്നെ ചിരിക്കുന്നല്ലേ നല്ലതെന്ന് പറഞ്ഞു. മനസ്സിലായോ? അതുകൊണ്ടൊന്നും ചിരിക്കാൻ അറിയുന്ന ഒരേ ഒരു ജന്തു മനുഷ്യനാ. നമ്മൾ പുഞ്ചിരിക്കും. പ്രസാദം വദനത്തിങ്കൽ കാരുണ്യം ദർശനത്തിലും മാധുര്യം വാക്കിലും ചേർക്കും. മനസ്സിലായോ? പുഞ്ചിരിക്കുക, പുഞ്ചിരിക്കൂ, സ്മൈൽ. നിങ്ങൾ പുഞ്ചിരിച്ചാൽ പോരാ, നിങ്ങളുടെ വീട് പുഞ്ചിരിക്കൂ. വീട് പുഞ്ചിരിക്കുന്നതിനാ? രാമൻ പ്രാർത്ഥിച്ച ദൈവത്തെ കാണാനാണ്. നമ്മുടെ വീടുകളെല്ലാം അടഞ്ഞ വാതിലുകളാണിപ്പോൾ, അല്ലേ? രാവിലെ ഉണർന്നാൽ മുന്നിലത്തെ വാതിൽ, വീടിൻ്റെ ചുണ്ടല്ലേ വാതിൽ, അത് തുറക്കുമ്പോഴാണ് വീട് പുഞ്ചിരിക്കുന്നത്. വാതിലൊന്ന് തുറക്കൂ. ഈ വാതിൽ എപ്പോൾ തുറക്കുന്ന? പല വീട്ടിലും അകത്താണല്ലോ ഉണ്ണലും ഉറങ്ങലും വിസർജനവും എല്ലാം കഴിഞ്ഞ് പോകാൻ നോക്കുമ്പോൾ വാതിൽ തുറക്കും, അപ്പം തന്നെ അടക്കും. അടഞ്ഞ വാതിലുകൾ അടഞ്ഞ മനസ്സിൻ്റെ പ്രതീകമാണ്. രാവിലെ എഴുന്നേറ്റിട്ട് കുട്ടികളോടൊത്തൊന്ന് വരാന്തയിലേക്ക് മുറ്റത്തേക്ക് ഇറങ്ങും. ഇസ്രായേലിലും ഗാസയിലുള്ള പട്ടാളക്കാർ കഴിഞ്ഞ 2-3 വർഷമായി ചെയ്യുന്ന ജോലി പിന്നെ ചെയ്യാം. പല അമ്മമാരുടെയും ജോലി അതാണ്. രാവിലെ എഴുന്നേറ്റ ആ പട്ടാളക്കാർ പല്ല് വരെ തേക്കാണ്ട് 3 മിസൈലിന് തീ കൊടുക്കും. എന്നിട്ട് മാത്രമേ പല്ല് വരെ തേക്കൂ. നമ്മളമ്മമാർ രാവിലെ എഴുന്നേറ്റ് തോക്കെടുക്കും. എന്നിട്ട് ഗ്യാസിന് 3 അടുപ്പുണ്ടാവും. ടിക്ക് 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 3 അടുപ്പും കത്തിക്കലല്ലേ. അത് പിന്നെ ആവാം. നമുക്ക് വരാന്തയിൽ വരൂ. അവിടെ അത്ഭുത പ്രതിഭാസമുണ്ട്. എന്താണ് ആ അത്ഭുത പ്രതിഭാസം? രാമനെ നന്മയിലേക്ക് നയിച്ച പ്രതിഭാസം അവിടെയുണ്ട്. വിശ്വാമിത്രൻ പറഞ്ഞു കൊടുത്ത പ്രതിഭാസം. നമ്മുടെ പ്രിയപ്പെട്ട ജയചന്ദ്രൻ മരിച്ചുപോയപ്പോൾ അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് ഒരുപാട് ലേഖനങ്ങൾ വന്നു. അതിലേറ്റവും ആകർഷകമായൊരു ലേഖനം ഒരു മനഃശാസ്ത്രജ്ഞൻ എഴുതിയ ലേഖനമാണ്. അദ്ദേഹം പറഞ്ഞു, ഈ ജയചന്ദ്രൻ കേരളത്തിൽ ആയിരക്കണക്കിന് ആളുകളുടെ ആത്മഹത്യകളെ ഇല്ലാതാക്കി. ആത്മഹത്യകൾ ഇല്ലാതാക്കിയത് എങ്ങനെ? ഈ ആലപ്പുഴക്കാരൻ എഴുതി ജയേന്ദ്രൻ പാടിയ പണിതീരാത്ത വീട് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു പാട്ടില്ലേ, സുപ്രഭാതം 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 നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ എന്ന പാട്ട്. ആ പ്രഭാതത്തെ കാട്ടിക്കൊടുക്കൂ. വാതിൽ തുറക്കൂ, പ്രഭാതത്തെ കാണിക്കൂ. പ്രിയതമേ പ്രഭാതമേ, വിരിഞ്ഞു നിന്നെ നോക്കിടുന്ന പൂവുകൾക്കുദാരശോഭ ചൊരിയുവാനൊരുങ്ങി വരും വൈഭവ പ്രഭാവമേ, നീ വരാതിരിക്കുകിൽ വിടരുകില്ല പൂവുകൾ, വിടരുകില്ല മൊട്ടുകൾ, പ്രണയമില്ല പ്രളയമില്ല പ്രാണനില്ല പ്രാണിയില്ല, നീ വരാതിരിക്കുകിൽ. അയ്യപ്പ പണിക്കരുടെ ഒരു കവിത ചൊല്ലൂ. പ്രഭാതത്തെ പറ്റി ഒരു പാട്ടുപാടൂ. മുറ്റത്തെ കറങ്ങി ഒരു 1/4 മണിക്കൂർ നേരം പ്രഭാതത്തോട് സംഗമിച്ചിട്ട് മാത്രം അടുക്കളയിൽ കയറിയാൽ മതി. അച്ഛനായാലും അമ്മയായാലും കുട്ടികളെയും കൂട്ടി മുറ്റത്ത് വിരിഞ്ഞ പൂക്കളെയും പൂമ്പാറ്റകളെയും കാണിച്ചു കൊടുക്കും. മനസ്സിലായില്ലേ? ഓപ്പൺ ദി ഹേർട്ട്. അടുത്തത് ഹൃദയം തുറക്കുക. യെസ് സ്മൈൽ. ഓപ്പൺ ദി ഹേർട്ട്. ഹൃദയം തുറന്ന് ചർച്ചകൾ ഉണ്ടാവണം, വർത്തമാനം പറയണം. രാമായണത്തിലുടനീളം ചർച്ചകളല്ലേ. രാമലക്ഷ്മണ സംവാദത്തിലാണ് രാമായണത്തിലെ കംപ്ലീറ്റ് എസൻസ് ഉള്ളത്, അല്ലേ? ലക്ഷ്മണോപദേശം. ലക്ഷ്മണൻ ചോദിക്കുന്നു, രാമൻ ഉത്തരം പറയുന്നു.
ഉമാമഹേശ്വര സംവാദത്തിലാണല്ലോ നമുക്ക് അധ്യാത്മരാമായണം ഉണ്ടായത്. പാർവതിയോട് പരമേശ്വരൻ കഥ പറയുന്നു. പാർവതിയുടെ തോളത്തുള്ള കിളി അത് കേൾക്കുന്നു. ആ കിളി പറന്നു വന്ന് തിരൂർ തുഞ്ചംപറമ്പിൽ എഴുത്തച്ഛനോട് പറയുന്നു, അല്ലേ, ശാരിക പൈതലേ ചാരുശീലേ വരൂ. എഴുത്തച്ഛൻ അത് കേട്ട് നമ്മളോട് പറയുന്നു, അല്ലേ. സംവാദങ്ങളാണ്. അതുകൊണ്ട് തുറന്ന ചർച്ചകൾ ഉണ്ടാവുക, നല്ലത് മാത്രം പറയുക, കുറ്റപ്പെടുത്തലുകൾ വേണ്ട. അത് ഞാൻ പറഞ്ഞല്ലോ, നെഗറ്റീവ് ചർച്ചകൾ വേണ്ട, നല്ല കാര്യങ്ങൾ പറയുക, ഹൃദയം തുറക്കുക, ഓപ്പൺ ദി ഹേർട്ട്. മൂന്നാമത്തത്, നമ്മുടെ അഹന്തകൾ വീട്ടിൽ നിന്ന് ഒഴിവാക്കുക. പല വീട്ടിലും പുരുഷന്മാരുടെ, പിതാക്കന്മാരുടെ അഹന്ത കൊണ്ടാണ് കുട്ടികൾ സ്വഭാവ വൈകൃതത്തിലേക്ക് പോകുന്നത്. അയാളാണ് വീട് എടുത്തിട്ടുണ്ടാകുക, അയാളാണ് ശമ്പളം വാങ്ങുന്നത്, അയാളാണ് വീട്ടിലേക്ക് എല്ലാ സാധനങ്ങളും കൊണ്ടുവരുന്നത്. പുരുഷന്മാർ പലരും വീട്ടിൽ പൽവാൾ ദേവനും ഭാര്യയും മക്കളും കട്ടപ്പയും. ബാഹുബലി സിനിമയിലെ പൽവാൾ ദേവൻ, ഭാര്യയും മക്കളും കട്ടപ്പ അടിമ. ചായ എടുത്തു, ചോറെടുത്തു. എന്തിന്? നമ്മുടെ എല്ലാ ഈഗവും വീട്ടിൽ കയറുമ്പോൾ ചെരുപ്പഴിച്ച് പുറത്തിടും പോലെ അവിടെ പുറത്തേക്ക് അയച്ചു വെക്കുക. അവിടെ എത്തിയ എല്ലാവരോടും ഒരുപോലെ കാണുക, എല്ലാവരും ഒരുപോലെ കാണുക. ചെറിയ കുട്ടികളിലേക്ക് നമ്മൾ താണാലേ കുട്ടികൾ നമ്മളിലേക്ക് ഉയരും. ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റിൻ്റെ കൊച്ചുമോള് വന്നു, ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റാ, ഒരാളെ മുമ്പിലും കുനിയില്ല. വാമോളെ എടുക്കാൻ പറ്റുമോ? ഇല്ല. കുട്ടിയിലേക്ക് നമ്മൾ കുനിഞ്ഞാലേ കുട്ടി നമ്മളിലേക്ക് ഉയരും, അല്ലേ. അതുകൊണ്ട് ഫോർവേഡ് ലീൻ. നമ്മുടെ ശരീരത്തിലെ സന്ധികൾ നിങ്ങൾ നോക്കൂ. ഒരു സന്ധി മാത്രമാണ് പറകോട്ട് മടങ്ങുന്നത്, ബാക്കിയെല്ലാം മുന്നോട്ട് മടങ്ങുന്ന വിധത്തിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അത് പറകോട്ട് മടക്കി വെച്ചെന്തിനാ? മുന്നോട്ട് ഓടാൻ വേണ്ടി. കാലിൻ്റെ മുട്ട് മുന്നോട്ട് ഓടാൻ വേണ്ടി പറകോട്ട് മടക്കി വെച്ചാ. എന്നിട്ട് നമ്മൾ അമ്പട ഞാനേ. അതുകൊണ്ട് ഫോർവേഡ് ലീൻ, മുന്നോട്ട് കുനിയൂ. അടുത്തത് ടച്ച്, തൊടണം. സ്പർശനം ഒരു പ്രധാന ഘടകമാണ്. ചേർന്നിരിക്കണം, അല്ലേ, അടുത്തിരിക്കണം. സീതയും രാമനും അടുത്തിരുന്ന് ചർച്ച ചെയ്തു. ശ്രീരാമചന്ദ്രന്റെ അരികിൽ സുമന്ത്ര തെളിക്കുന്ന തേരിൽ സുസ്മേരവതിയായി സ്വയംവര കന്യകയായി സീതാദേവിയിരുന്നു. സീതയോടല്ലാത്ത ഉള്ള രാമനെ രാമനാവുന്നുള്ളൂ. രമയുടെ ഭർത്താവാ രാമൻ. രാമന് പേര് വന്നത് രമയുടെ ഭർത്താവാ. സീതയുടെ ഭർത്താവായത് കൊണ്ടാണ് രാമനായത്. രമയില്ലെങ്കിൽ രാമനില്ല. മനസ്സിലായോ? ചേർന്നിരിക്ക്, തൊട്. നമ്മുടെ കണ്ണ്, മൂക്ക്, നാക്ക്, കാത്, പഞ്ചേന്ദ്രിയങ്ങളിൽ ഒന്നുകൂടിയുണ്ട് ത്വക്ക്. ആ ത്വക്കിലാണ് സ്നേഹഗ്രന്ഥി ഇരിക്കുന്നത്. നമ്മൾ ആളുകളോട് സ്നേഹം പ്രകടിപ്പിക്കുന്നത് സ്പർശനത്തിലാ. നമുക്ക് അനുഭൂതിയോ നിർവൃതിയോ ഒക്കെ വന്നാൽ രോമകൂപങ്ങളെല്ലാം ഈ കിഴങ്ങിന് കുതിരി കൂട്ടിയ പോലെ പൊങ്ങി വരുന്നില്ലേ? അതിൻ്റെ പേര് രോമാഞ്ചം എന്നാണ്. ഇനി രോമം ഇല്ലെങ്കിൽ തോലാഞ്ചം ഉണ്ടാവൂ. അപ്പോൾ ആ രോമാഞ്ചം ഇവിടെയാണ് വികാരങ്ങളുടെ സ്പർശനം. ഒന്ന് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക, ഒന്ന് കെട്ടിപ്പിടിക്കുക, ഒന്ന് മുത്തം കൊടുക്കുക, മൂർധാവിൽ മുകരുക. ഒന്ന് തൊടണ്ടേ? ഒന്ന് തൊടണം. മക്കളെ തൊട്ടാൽ പോരാ, അച്ഛനമ്മമാരെ തൊടണം. അവർക്ക് ഭക്ഷണവും വസ്ത്രവും മരുന്നും മാത്രമല്ല, അവരുടെ കാലൊന്ന് തടയി കൊടുക്കുന്നതാണ് നിങ്ങൾ അവർക്ക് വസ്ത്രം കൊടുക്കുന്നതിനേക്കാൾ ഇഷ്ടം. അവരുടെ പുറത്തൊന്ന് മാന്തി കൊടുക്കുന്നതാണ് അവർക്കതിഷ്ടം. ഇനി ഭാര്യയും ഭർത്താവും തൊടണം കേട്ടോ. ഭാര്യയും ഭർത്താവും അടുത്തിരുന്ന് സീതയും രാമൻ്റെയും കൃഷ്ണൻ്റെയും ഒക്കെ കഥകൾ കേട്ടിട്ട് എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? പ്രണയം എന്ന് പറഞ്ഞാൽ വിവാഹം വരെയുള്ളതല്ല. പ്രണയം മരണം വരെ പുഷ്പിക്കേണ്ടതും വികസിക്കേണ്ടതുമാണ് പ്രണയം. നമ്മൾ മലയാളികൾ വിഡ്ഢികൾ. വിവാഹം വരെ രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും ഗുളിക കുടിക്കും പോലെ 3 പ്രാവശ്യം ഐ ലവ് യു എന്നയക്കൂ. വിവാഹം കഴിഞ്ഞിട്ട് ഒരു തവണ പറഞ്ഞോ ഐ ലവ് യു, ഐ ലൈക്ക് യു പറഞ്ഞോ? എന്തേ പറയാത്തേ? തൃശ്ശൂർ ഒരു ക്ലാസ്സിലാണ് എനിക്കൊരു മറുപടി കിട്ടിയത്. വിവാഹം കഴിഞ്ഞാൽ എന്താ ഐ ലവ് യു പറയാത്തതെന്ന് ചോദിച്ചപ്പോൾ ഒരാൾ എഴുന്നേറ്റ് പറയാ, അതിൻ്റെ കാരണം എന്താണെന്നറിയോ? എലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ പ്രചരണം വേണ്ടല്ലോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ എലക്ഷൻ്റെ തട്ടിപ്പാണോ ഈ ഐ ലവ് യു? അതാണ്. അതുകൊണ്ട് തൊടണം, പരസ്പരം സ്പർശനം വേണം. മനസ്സിലായോ? SOFT, ടച്ച്. അടുത്തത് ഈ ഐ കോണ്ടാക്ട്, കണ്ണിൽ നോക്കണം. കണ്ണുകളാണ് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഉറവിടം. നിങ്ങൾ നെടുമ്പാശ്ശേരിയിൽ നിന്നോ തിരുവനന്തപുരത്ത് നിന്നോ വിമാനത്താവളത്തിൽ നിന്ന് വിദേശത്ത് പോകുമ്പോൾ നിങ്ങളുടെ കണ്ണാണ് പ്രധാനപ്പെട്ടത്, അല്ലേ? കണ്ണിൻ്റെ ഫോട്ടോ എടുക്കുക. തിരിച്ചു വരുമ്പോൾ കണ്ണിൻ്റെ ഫോട്ടോ. പാസ്പോർട്ടിനേക്കാൾ അവർക്ക് കണ്ണാണ്.
നമ്മുടെ യൂണിക് ഐഡൻറ്റിറ്റിയാണ് കണ്ണ്. ആ കണ്ണിലെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആർദ്രതകളും പരസ്പരം കാണണ്ടേ. നമ്മൾ ദൈവങ്ങളുടെ പേര് തന്നെ അംബുജാക്ഷൻ എന്നല്ലേ? അംബുജാക്ഷൻ കണ്ണിൻ്റെ സൗന്ദര്യം നോക്കിയിട്ടല്ലേ അല്ലേ? വലിയ കണ്ണുള്ളവർ സ്ത്രീകൾ സുന്ദരിമാരാണ്. അതുകൊണ്ടാണ് വിശാലാക്ഷി എന്നവർക്ക് പേരുണ്ട് അല്ലേ? വിശാലാക്ഷി. ചെറിയ കണ്ണുള്ളവർ പുരുഷന്മാർ സുന്ദരന്മാരാണ്. അതുകൊണ്ടാണ് വിശാലാക്ഷി എന്ന് സ്ത്രീകളെ വിളിക്കുമ്പോൾ ആണുങ്ങളെ കുഞ്ഞിക്കണ്ണ എന്ന് വിളിച്ചത്. മനസ്സിലായോ? ചെറിയ കണ്ണാണ്, അതാണ്. അപ്പോൾ കണ്ണിൽ നോക്കണ്ടേ? കണ്ണിൽ നോക്കണം. മക്കളുടെ കണ്ണിൽ നോക്കാൻ അച്ഛനമ്മമാർക്ക് കഴിയാത്തതിൻ്റെ പേരിൽ ഒരു മഹായുദ്ധം നടന്നിട്ടുണ്ട് ഇന്ത്യയിൽ. അറിയാവോ? മഹാഭാരത യുദ്ധം. എന്തേ? കൗരവന്മാരൊന്നും മോശക്കാരായിരുന്നില്ല. അവർ മുഴുവൻ വഷളന്മാരായി യുദ്ധം ചെയ്ത് മരിക്കേണ്ടി വന്നത്. അച്ഛനോ ജന്മനാ കണ്ണ് കാണാത്ത ആളാ. നമുക്ക് കണ്ണ് കാണുമല്ലോ, ഗാന്ധാരിക്ക് കണ്ണ് കാണും. പക്ഷേ വിവാഹ പന്തലിലാണ് ഗാന്ധാരി അറിയുന്നത് തൻ്റെ ഭർത്താവ് അന്ധനാണെന്ന്. തന്നെ മുൻകൂട്ടി അറിയിക്കാതെ പറ്റിച്ചതിൽ ദേഷ്യം വന്നിട്ട് മന്ത്രകോടിയെടുത്ത് കണ്ണിൽ വരിഞ്ഞു കെട്ടി ശപഥം ചെയ്തു, എൻ്റെ ഭർത്താവിന് കാണാത്ത ലോകം ഇനി ഞാനും കാണൂല. 100 ആണിനെയും ഒരു പെണ്ണിനെയും പറ്റൂ, ഒന്നിനെപ്പോലും അച്ഛനും കണ്ടില്ല, അമ്മയും കണ്ടില്ല. 100 മക്കളും നല്ല മക്കളാ. എന്തായിരുന്നു മൂത്തവൻ്റെ പേര്? കൗരവന്മാരിൽ മൂത്തവൻ്റെ പേരെന്താ? ദുര്യോധനൻ എന്നായിരുന്നില്ല ആദ്യം പേര് വിളിച്ചത്, സുയോധനൻ എന്നായിരുന്നു. സു എന്ന് പറഞ്ഞാൽ നല്ലതെന്നാ. അതെൻ്റെ പേര് സുരേഷ് ബാബു ആയതുകൊണ്ട് പറയുന്നതാന്ന് വിചാരിക്കരുത് കേട്ടോ. സു എന്ന് പറഞ്ഞാൽ നല്ലതാ. ആ സുയോധൻ ആരായി? ദുഷിച്ച് ദുര്യോധനായി, ദുഷിച്ച് ദുശാസനായി, ദുഷിച്ച് ദുശേനായി. നല്ല മക്കളായിരുന്നു. അച്ഛനും കണ്ടില്ല, അമ്മയും കണ്ടില്ല. അവസാനം 100 പടഞ്ഞു മരിച്ചു. അച്ഛനമ്മമാർ മരിച്ചപ്പോൾ ചെതക്ക് തീ കൊളുത്താൻ ഒരാൾ ബാക്കിയായോ? ഒരാൺതരി ബാക്കിയായോ? എന്നിട്ട് കാട്ടിലേക്ക് ഓടിപ്പോയി പുത്രവിയോഗ ദുഃഖത്താൽ. എന്നിട്ട് കാട്ടുതീയിൽപ്പെട്ട് പച്ചക്ക് വെന്തു മരിച്ചു. ആര്? ധൃതരാഷ്ട്രം, ഗാന്ധാരിയും. മക്കളുടെ കണ്ണിൽ നോക്കണം. അച്ഛന് കണ്ണ് കാണൂല്ലെങ്കിൽ അമ്മ അച്ഛൻ്റെ കണ്ണാവണ്ടേ? പഴയൊരു പാട്ടിൽ പറഞ്ഞു കേട്ടില്ലേ? കണ്ണ് കാണാത്ത ഭർത്താവും കണ്ണ് കാണുന്ന ഭാര്യയും കൂടി പാടിയൊരു യുഗ്മഗാനം ഓർമ്മയുണ്ടോ? കൺമണി നീയൻ കരം പിടിച്ചാൽ കണ്ണുകളെന്തിനു വേറെ, എനിക്ക് കണ്ണുകളെന്തിനു വേറെ. ഭാര്യ എന്താ പറഞ്ഞത്? കാണാനുള്ളത് കരളിൽ പകരാൻ ഞാനുണ്ടല്ലോ ചാരെ, കണ്ണായി ഞാനുണ്ടല്ലോ ചാരെ. കണ്ണിൽ നോക്കൂ. അവസാനത്തെ നോഡിങ്. ജനാധിപത്യത്തിൻ്റെ ബോഡി ലാംഗ്വേജാണ് നോഡിങ്. തലകുലുക്കി സമ്മതിക്കണം. പരസ്പരം അംഗീകരിക്കാനും ബഹുമാനിക്കാനും കഴിയണം. ഞാൻ പറഞ്ഞ മാത്രം ശരിയല്ല. പരസ്പരം ഭാര്യ പറഞ്ഞാലും മക്കൾ പറഞ്ഞാലും ശരിയെങ്കിൽ അംഗീകരിച്ചു കൊടുക്കണം. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഇലക്ഷന് വോട്ട് ചെയ്യലല്ല, പരസ്പരം ബഹുമാനിക്കുന്ന മനുഷ്യക്കൂട്ടത്തിൻ്റെ രസതന്ത്രമാണ് ജനാധിപത്യം. അങ്ങനെ സ്മൈൽ, ഓപ്പൺ ഹെഡ്, ഫോർവേഡ് ലീൻ, ടച്ച്, ഐ കോണ്ടാക്ട്, നോഡിങ്. പുഞ്ചിരിക്കുക, ഹൃദയം തുറക്കുക, മുന്നോട്ട് കുനിയുക, തൊടുക, കണ്ണിൽ നോക്കുക, തലകുലുക്കുക. അത്തരത്തിൽ നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ പുരാണങ്ങളിലെ ധാർമ്മികതയും അതിൻ്റെ കുടുംബങ്ങളുടെ പാരസ്പര്യ ബന്ധവുമെല്ലാം കൊടുക്കേണ്ട ഘടകം മനസ്സാണ്. ആ മനസ്സടഞ്ഞു കിടന്നിട്ട് ബുദ്ധിയും ശരീരവും മാത്രം വളർന്നതുകൊണ്ടാണ് ഇത്രയും രാമായണവും പ്രാർത്ഥനയും എല്ലാം ഉണ്ടായിട്ടും ഇതിൻ്റെ തത്വം ഉൾക്കൊള്ളാൻ നമ്മുടെ പുതിയ തലമുറക്ക് കഴിയാത്തത്. മനസ്സിലായോ? അതുകൊണ്ട് നമ്മൾ കുടുംബങ്ങളിൽ എന്ത് ചെയ്യണം? പുരാണങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ മനസ്സ് ശുദ്ധീകരിക്കുക. ആ മനസ്സ് ശുദ്ധീകരിച്ച് മനഃകൃതം കൃതം രാമ, മനസ്സുകൊണ്ട് കൃതമായതെന്തോണോ അതാണ് രാമൻ. മനസ്സുകൊണ്ട് കൃതമായിരിക്കുന്നതാണ് രാമൻ. ആ രാമനെ മനസ്സിൻ്റെ അകത്തേക്ക്, ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ ഈ രാമായണ മാസത്തിൽ, കർക്കടക മാസത്തിൽ കഴിയട്ടെ. ഇന്ന് കർക്കടകം 23 അല്ലേ? ഈ കർക്കടകം 23 തീയതി ഇന്ന് രാമായണത്തെ ഒരു പുതിയ ജീവിതം പടുത്തുയർത്താനുള്ള ധാർമ്മികതയുടെ ഉറവിടമായിട്ടും മനോഹരമായ കുടുംബ ബന്ധങ്ങളുടെ, സാമൂഹ്യ ബന്ധങ്ങളുടെ, രാഷ്ട്രബന്ധങ്ങളുടെ അടിത്തറയായിട്ടും രാമായണത്തെ കണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ത്യാജ്യഗ്രാഹ്യ വിവേചന ബുദ്ധിയെ പോലെ സ്വീകരിക്കേണ്ടത് സ്വീകരിച്ചും
ത്യജിക്കേണ്ടത് ത്യജിച്ചും നമ്മൾ ഈ പുരാണ പാരായണം നടത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഈ ക്ഷേത്രത്തിൽ വീണ്ടും ഇങ്ങനെ ഒരു അഖില കേരള രാമായണ മേളയുടെ ഭാഗമായി ഈ വർഷവും എന്നെ ക്ഷണിച്ചതിന് ഇതിൻ്റെ സംഘാടകരോടും എന്നെ രാവിലെ 4:30-5 മണിക്ക് വന്നിട്ട് പിന്നെ കൂട്ടിക്കൊണ്ടുവരാൻ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ശിവൻപിള്ള ചേട്ടനോടും അതുപോലെ എന്നെ ഊട്ടി ഉറക്കിയ നമ്മുടെ സതീഷ് സാറിനോടും അതുപോലെ ഇവിടെ സൗകര്യം ഒരുത്തുന്ന എല്ലാവരോടും സർവോപരി ഇത്ര നേരം എന്നെ കേട്ടിരുന്ന നിങ്ങളോടും എല്ലാം നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഇതിനെല്ലാവിധ ആശംസകളും അറിയിച്ച് ഞാൻ എൻ്റെ ഭാഷണം ചുരുക്കുന്നു. നമസ്കാരം.